സാധാരണഗതിയിൽ അറബി ഭാഷ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുന്നൊരു പഴമൊഴിയാണ് അവ്വലുന്നാസി അവ്വലുനാസിൻ എന്ന്. ആദ്യത്തെ മനുഷ്യൻ ആദ്യം മറന്ന മനുഷ്യൻ എന്ന്. ആദ്യം മറവി സംഭവിച്ചത് ആദ്യത്തെ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടുവോളം അനുമതി നൽകി. വലാ തഖറബാ ഹാദിഹി ശജറ, ഒരു വൃക്ഷത്തെ മാത്രം വിലക്ക് കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ എപ്പോഴയോ ആ വിലക്കൊരു നിമിഷമൊന്ന് മറന്നുപോയി. അവ്വലുന്നാസി അവ്വലുനാസിൻ. മനുഷ്യന്റെ ജീവിതത്തിൽ മറവി ചിലപ്പോഴൊക്കെ ഒരു അനുഗ്രഹവുമാണ്. എന്നാൽ മനുഷ്യനൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മറന്നു കളയേണ്ടതുമാകുന്ന ചില സംഗതികളുമുണ്ട്. നമുക്കറിയാം, ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു, അല്ലെങ്കിൽ നാം ഒരാൾക്കൊരു ഉപകാരം ചെയ്തു. ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നാം ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം അപ്പോൾ തന്നെ മറന്നു പോകണമെന്നാണ്. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്ത നന്മയും ദാനധർമ്മങ്ങളും ഓർത്ത് ഇങ്ങനെ എടുത്തു പറയുന്നവരായി മാറല്ലേ. നാം ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഉപകാരം, നമ്മൾ ചെയ്ത ഉപകാരം അങ്ങ് മറന്നേക്കുക. പക്ഷെ നമ്മോട് ആരെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ പാടില്ല. നാം നേരെ തിരിച്ച, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഓർത്തു വയ്ക്കും. എന്നാൽ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഉപകാരങ്ങൾ ആ സെക്കൻഡിൽ തന്നെ മറന്നു പോവുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ നിഅമത്തുകളും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും ശുക്റില്ലാതെ, നന്ദി രേഖപ്പെടുത്താതെ ജീവിച്ചു പോകുന്ന മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ നന്ദി കെട്ടവനായിട്ട് മാറുകയാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. അത് ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മറന്നു പോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞുവല്ലോ, മറവി ചിലപ്പോഴൊക്കെ അനുഗ്രഹമാണ് എന്ന്. ഉറ്റവരുടെ, ഉടയവരുടെ വിയോഗം, വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം വലിയ പ്രയാസമായിരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഉറക്കം വരില്ല, വിശ്രമിക്കാൻ കഴിയില്ല, വല്ലാത്ത പ്രയാസത്തിന്റെ ഒരവസ്ഥയിലായിരിക്കും. പക്ഷേ 2 ദിവസം കഴിയുന്നു, 3 ദിവസം കഴിയുന്നു, പതിയെ മനുഷ്യൻ മറന്ന് പഴയ ജീവിതത്തിലേക്ക് വരുന്നു. ഒന്നാമത്തെ ദിവസത്തിന്റെ അതേ മാനസികാവസ്ഥയിലാണ് മനുഷ്യൻ 2, 3, 4 ദിവസം തുടർന്നു പോയിരുന്നുവെങ്കിൽ മനുഷ്യൻ ഒരു ഭ്രാന്തനായി മാറുമായിരുന്നു. മനുഷ്യന് അള്ളാഹു നൽകിയ മറവിയും ഒരു അനുഗ്രഹമാണ്. എന്നാൽ ചില സത്യങ്ങളെ മനുഷ്യൻ മറക്കാൻ പാടില്ല. ജീവിതത്തിൽ വലിയ അപകടമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തൊക്കെ പോയോ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സയഅതി സമാനുൻ അലാ ഉമ്മതി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ. എൻ്റെ ഉമ്മത്തിലൊരു കാലഘട്ടം വരും, എൻ്റെ ഉമ്മത്തിൽ, എൻ്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ. ജീവിതത്തിൽ അവരൊരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ അവരുടെ ഹൃദയത്തിന്റെ അന്തരങ്ങൾ കൊണ്ട് വല്ലാതെ പ്രേമിക്കുന്നവരാകും, ഇഷ്ടപ്പെടുന്നവരാകും, സ്നേഹിക്കുന്നവരാകും. അവരൊരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ അവർ ജീവിതത്തിൽ നിന്ന് പാടേ മറന്നുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ മറന്നുപോകും. ജീവിതത്തിൽ ഒരിക്കലും ഓർത്തു വെക്കാൻ പാടില്ലാത്ത, ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത, അത്രത്തോളം ജീവിതത്തിൽ മഹബ്ബത്ത് നൽകാൻ പാടില്ലാത്ത വസ്തുക്കളെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കും. 5 കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കും. 5 കാര്യങ്ങളെ മനുഷ്യൻ മറന്നുപോകും. നമ്മിൽ എത്ര ആൾക്കാർ ഈ വിഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒന്നാമതായി യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ഒന്നാമത്തെ വിഭാഗക്കാരാണ് യുഹിബ്ബൂന ദുനിയാ വയുഹിബ്ബൂന ദുനിയാ. ഭൗതിക ലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്, ഭൗതിക ലോകത്തിന്റെ ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്, താല്പര്യപ്പെടുന്നവരാണ്. വയൻസൗനൽ ആഖിറ, ശാശ്വതമായി ഒരിക്കലും അവസാനിക്കാത്ത പാരത്രിക ലോകത്തെ വിശ്വാസികൾ മറന്നുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫത്തഖുദ് ദുനിയാ, നിങ്ങൾ ഈ ഭൗതിക ലോകത്തെ സൂക്ഷിക്കണേ. കാരണം എന്താണ്? ഇതിനൊരു വല്ലാത്ത ലഹരിയാണ്, വല്ലാത്തൊരു വശ്യതയാണ്, വല്ലാത്തൊരു മാസ്മരികതയാണ്. ഫൈന്നഹു അസ്ഗറു മിൻ ഹാറൂത വമാറൂത്. ലോകത്ത് മാസ്മരികതയുടെ, ലോകത്ത് വശ്യതയുടെ ഏറ്റവും സുന്ദരമായ അറിവിന്റെ ആകർഷണീയമാകുന്ന ശൈലി ലോകത്ത് പഠിപ്പിക്കാൻ വന്ന ഹാറൂത്ത് മാറൂത്തിനേക്കാൾ വശ്യമാണ്, ആകർഷണീയമാണ്, ലദ്ദത്താണ്, ആനന്ദമാണ് എന്ന ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന, നാം അത്ഭുതപ്പെടുന്ന, ആനന്ദിക്കുന്ന, നാം സന്തോഷത്തോടുകൂടി നിമിഷങ്ങൾ കടത്തിവിടുന്ന ഈ ദുനിയാവിന്റെ ജീവിതമുണ്ടല്ലോ, ഇത് വഞ്ചനയുടെ ചരക്കാണ്, വഞ്ചനയുടെ ലോകമാണ്. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഭൗതിക ലോകമുണ്ടല്ലോ, ഇത് കളി വിനോദമാണ്, പാഴ്വർത്തമാനങ്ങളാണ്, തമാശകളാണ്. ഈ ദുനിയാവിന്റെ ചതിവിൽ, വഞ്ചനയിൽ പെട്ടുപോകരുത് എന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഹിയ ദുനിയാ ഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനദ്ദലീലി. ദുനിയാവ് എത്രയോ നിസ്സാരമാണ്, എത്രയോ നിസ്സാരം, എത്രയോ നിസ്സാരമാണ്. ഈ നിസ്സാരമായ ദുനിയാവ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിനൊരു ചത്ത കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ വഴിപ്പെടാതെ ധിക്കാരികളായിട്ട് ജീവിക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് ഒരിറക്ക് വെള്ളം പോലും അള്ളാഹു കൊടുക്കില്ലായിരുന്നു. ദുനിയാവിലെ വിഭവങ്ങൾ അള്ളാഹു സപ്ലൈ ചെയ്യുമ്പോൾ അനുസരിക്കുന്നുണ്ടോ, അനുസരിക്കുന്നില്ലേ എന്ന് നോക്കാറില്ല. ദുനിയാവിന് അല്ലാഹു വില കൽപ്പിച്ചിട്ടില്ല. സഹോദരങ്ങളെ, എത്ര കഷ്ടപ്പെട്ടാലും, എത്ര അധ്വാനിച്ചാലും, എന്ത് ചെയ്താലും മുഖദ്ദറാക്കിയത് ദുനിയാവിൽ നമുക്ക് കിട്ടൂ. അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ഉദരത്തിനകത്ത്, വയറിനകത്ത് 4-ാമത്തെ മാസത്തിൽ എത്ര നാള് ജീവിക്കും, എത്ര ഭക്ഷണം കഴിക്കും, വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിക്കാതെ ഒരു മനുഷ്യനും ഈ ലോകത്തുനിന്ന് പോയില്ല. അതിൽ ഒരു ധാന്യമണി പോലും അവശേഷിപ്പിച്ചിട്ട് പോവുകയുമില്ല. സഹോദരങ്ങളെ, ദുനിയാവിലെ ജീവിതം നാം അല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ ആഖിറത്തെ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. മഹാനായ ഹാറൂൻ റഷീദ് ചക്രവർത്തി, മഹാനായ ഹാറൂൻ റഷീദ് ചക്രവർത്തി താൻ എപ്പോഴും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ കൂട്ടത്തിൽ ഒരു ഉപദേശകൻ ഉണ്ടാകുമായിരുന്നു, ഒരു പണ്ഡിതൻ, വാഇൽ ഇബ്നു സമ്മാഖ്. വാഇൽ ഇബ്നു സമ്മാഖ് സഹോദരങ്ങളെ എപ്പോഴും ആഖിറത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ഹാറൂൻ റഷീദ് ചക്രവർത്തി വനാന്തരത്തിലൂടെ സഞ്ചരിക്കുന്നു. വനാന്തരത്തിലൂടെ കാട്ടാനകൾ ചിഹ്നം വിളിക്കുന്ന, ഹിംസ്ര ജന്തുക്കൾ സ്വൈരവിഹാരം നടത്തുന്ന, ഇഴജന്തുക്കൾ സ്വൈരവിഹാരം നടത്തുന്ന വനാന്തരത്തിലൂടെ, ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ വഴി നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. ആ സമയത്ത് വല്ലാതെ ദാഹിച്ച് പരവശനായ ഹാറൂൻ റഷീദ് ചക്രവർത്തി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു.
ഈ ചോദിച്ച ഒരു ഗ്ലാസ് വെള്ളം വാഇദ് ബിൻ സമ്മാക്ക് റഹിമഹുല്ലാ ആ ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കുടിക്കാൻ ചുണ്ടോട് ചേർത്ത് വെക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, എനിക്കങ്ങ് ഉത്തരം തരണം. ചോദിക്കുക. ഹാറൂൻ റഷീദ് ചക്രവർത്തിയോട് ചോദിച്ചു, താങ്കൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ ഈ വനാന്തരത്തിനകത്ത് കഷ്ടപ്പെട്ട് ജീവന് വേണ്ടി വല്ലാതെ ജീവൻ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ താങ്കൾ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരിയാണ്, എന്റെ ഭരണാധികാരത്തിന്റെ പകുതി ഭാഗം കൊടുക്കേണ്ടി വന്നാലും ശരി, ഞാൻ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ സ്വായത്തമാക്കും. കുടിക്കാൻ പറഞ്ഞു. കുടിച്ചു കഴിഞ്ഞ ഹാറൂൻ റഷീദ് ചക്രവർത്തിയോട് രണ്ടാമത് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ ഇപ്പൊ കുടിച്ച വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, താങ്കളുടെ ഉദരത്തിലേക്ക് പോയി, താങ്കളുടെ ആവശ്യവും എനർജിയും കഴിഞ്ഞ് അത് അശുദ്ധിയായി വിസർജമായി മൂത്രമായിട്ട് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, വല്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, താങ്കൾ എന്തു ചെയ്യും? എന്റെ രാജാധികാരത്തിന്റെ ബാക്കി പകുതി ഭാഗം കൊടുത്തിട്ടാണെങ്കിലും ഏറ്റവും നല്ല വൈദ്യസഹായം ഞാൻ തേടും. ഈ രണ്ട് ചോദ്യത്തിനും മറുപടി ഒന്ന് ചിന്തിച്ചു നോക്കി. നാം കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലുമില്ല ഈ ഭൗതിക ലോകത്തിന്റെ ജീവിതത്തിൽ നാം കണ്ടു തീർക്കുന്ന, ആസ്വദിച്ചു തീർക്കുന്ന നമ്മുടെ ദുനിയാവിന്റെ വിഭവങ്ങൾക്ക്. മൂന്നാമതായി ഹാറൂൻ റഷീദ് ചക്രവർത്തിയോട് വാഇദ് ബിൻ സമ്മാക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാനും നിങ്ങളും എന്റെ മനസ്സിന്റെ മുഖരങ്ങളിൽ, മനോമുഖരങ്ങളിലിട്ട് ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം. മഹാനവറുകൾ ചോദിക്കുകയാണ്, ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലുമില്ലാത്ത ഈ രാജാധികാരത്തെയാണോ താങ്കൾ നാളിതുവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ രാജാവ് അത്ഭുത പരതന്ത്രനായി പോയി. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പോലും വിലയില്ലാതെ, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പോലും വിലയില്ലാത്ത ഈ രാജാധികാരത്തെയാണല്ലോ റബ്ബേ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ? സഹോദരങ്ങളെ, ഉമ്മയുടെ ഉദരത്തിൽ നിന്നും കടന്നു വന്ന ദുനിയാവ് നമുക്കൊരു ഇടത്താവളമാണ്. ദുനിയാവ് എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ മുആദ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. ഈ ദുനിയാവിൽ എൻ്റെ പ്രിയമുള്ള സഹോദര എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നല്ലേ അള്ളാന്റെ റസൂല് പറയുകയാണ്, നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം, നീ ഒരു മുസാഫിറിനെ പോലെ ജീവിക്കണോ, ഒരു വഴിയാത്രക്കാരനെ പോലെ ദുനിയാവിൽ ജീവിക്കണമെന്നോ? എന്താണ് വഴിയാത്രക്കാരൻ? അവന്റെ യാത്രയിലുടനീളം ഏതെങ്കിലും ഇടത്താവളങ്ങളിലൂടെ അവൻ സഞ്ചരിക്കും, അവൻ കയറിയിരിക്കും, അവന്റെ മനസ്സിലുണ്ട്, അല്ലാ ഇതെന്റെ സ്ഥിരമായിട്ട് താമസിക്കേണ്ട സ്ഥലമല്ല, എന്റെ വിശ്രമം കഴിഞ്ഞാൽ, എന്റെ ദൗത്യം കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പോകേണ്ടതാണ്, എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഏതെല്ലാം ഇടത്താവളങ്ങളിൽ വിശ്രമിക്കാൻ കയറിയാലോ അവന്റെ ചിന്ത എന്താണ്? ഇതെന്റെ ലോകമല്ല, എന്റെ നാടല്ല, എനിക്ക് സ്വന്തമല്ല. ഓ ആബിറുസബീൽ കഅന്നക ഗരീബ്, ഒന്നുകിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കണം. പ്രവാസ ലോകത്തേക്ക് കടന്നുപോയ എത്രയോ സഹോദരങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാസ ലോകത്തിന്റെ അത്ഭുതങ്ങൾ നമ്മളെ കാണുമ്പോഴും കേൾക്കുമ്പോഴും, ആ ലോകത്തിന്റെ സുഭിക്ഷതയിൽ നാം കഷ്ടപ്പെടുമ്പോഴും ജീവിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ ലോകത്തേക്ക്, ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്ന എൻ്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ എൻ്റെ കടങ്ങളും എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ നാടിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകണം. ഇതെന്റെ നാടല്ല, ഇതെന്റെ നാടല്ല, ഇതെന്റെ നാടല്ല, എനിക്ക് ശാശ്വതമായിട്ട് താമസിക്കേണ്ടുന്ന നാടല്ല എന്ന് ഓരോ പ്രവാസികളും ചിന്തിക്കുന്നത് പോലെ ഇതുപോലെയായിരിക്കണം ഓരോ മനുഷ്യനും ദുനിയാവിൽ കഴിഞ്ഞുകൂടേണ്ടത്. അല്ലാഹുവിന്റെ റസൂലല്ലയോ പറഞ്ഞത്,
അള്ളാന്റെ റസൂലല്ലയോ പറഞ്ഞത്, പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കാൻ കഴിയാതെ ജീവിക്കുന്ന മനുഷ്യൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകത്തെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ, പരലോകത്തെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ. ദുനിയാവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരായിട്ട് മാറല്ലേ. ദുനിയാവിന് വേണ്ടി സമ്പാദിക്കുന്നു, മക്കളെ വളർത്തുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചെറുപ്രായത്തിൽ അവന് നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ജോലി വേണം. അവന്റെ ലക്ഷ്യം പിന്നെ അതാണ്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം വേണം, പിന്നെ മക്കൾ വേണം, പിന്നെ അവരെ പോറ്റണം, അവരെ നല്ല നിലയിൽ വളർത്തണം, അവരെ വലുതാക്കണം, പിന്നെ ചെറുമക്കളെ വളർത്തണം. ഇങ്ങനെ അനന്തമായിട്ട് ദുനിയാവിൽ മാത്രമായിട്ട് മനുഷ്യൻ ജീവിച്ചു പോകുന്നു. മരിക്കാൻ വേണ്ടി തയ്യാറായ ആരെങ്കിലും ഉണ്ടോ? പരലോകത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറുള്ളവരാരെങ്കിലും ഉണ്ടോ? ഈ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചാൽ അതിനു മാത്രം നമുക്ക് തയ്യാറല്ല. ഒരു തയ്യാറെടുപ്പ് നാം നടത്തുന്നുമില്ല. മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആമിന, മൻ അസ്ബഹ മിൻകും ഫീ സിർബിഹി ആമിന. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ നിർഭയനായിട്ട് അവന് ഉണരാൻ കഴിഞ്ഞാൽ, വമുആഫിൻ ഫീ ജസദിഹി, ആഫിയത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ അവന് കഴിഞ്ഞാൽ, നിർഭയനായിട്ട് അവൻ ഉണരുന്നു. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹം എത്രമാത്രമാണ്. ഒന്നുറങ്ങാൻ പോലും കഴിയാതെ 2.5 മാസത്തോളം പിന്നിടുന്ന ഗാസയുടെ പിഞ്ചോമനകൾ, സ്വസ്ഥമായിട്ടൊന്നുറങ്ങാൻ പോലും കഴിയാതെ പ്രകമ്പനങ്ങൾ കൊണ്ട് വെടിക്കോപ്പുകളും സ്ഫോടനങ്ങളും കേട്ട് നിർഭയത്വത്തോടുകൂടി ഉറങ്ങാൻ പോലും കഴിയാത്ത ഗാസയുടെ മണ്ണിൽ, സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറയുന്നു, നിർഭയത്വത്തോടുകൂടി നിങ്ങൾക്ക് ഉണരാൻ കഴിയുന്നുണ്ടോ? തന്റെ ശരീരത്തിൽ ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നു, കൈകാലുകൾ ചലിക്കുന്നു, അല്ലേ? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നു. അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും തന്റെ കയ്യിലുണ്ട് എങ്കിൽ ദുനിയാവ് മുഴുവനും തനിക്ക് ലഭിച്ചവനെ പോലെയാണ്. പക്ഷേ നമുക്ക് മതിയാകുന്നില്ലല്ലോ. ഇതിന്റെ ഒന്നും അനുഗ്രഹങ്ങൾ നമ്മൾ വിലവെക്കുന്നില്ലല്ലോ. എത്ര കിട്ടിയാലും മതി വരാത്തവനായിട്ട് നാം മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയം വളരെ ചുരുക്കുകയാണ്. രണ്ടാമതായി അള്ളാന്റെ റസൂല് പറയുകയാണ്, മനുഷ്യൻ മറന്നു പോകാൻ പാടില്ല. യുഹിബ്ബൂനൽ ഖൽഖാ വയൻസൗനൽ ഖാലിഖാ. യുഹിബ്ബൂനൽ ഖൽഖാ, അവൻ സൃഷ്ടികളെ വല്ലാതെ ഇഷ്ടപ്പെടും, സൃഷ്ടികളെ വല്ലാതെ ഇഷ്ടപ്പെടും. വയൻസൗനൽ ഖാലിഖാ, സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹുവിനെ മറന്നുപോകും. നമുക്ക് അനുഗ്രഹം തന്നവര്, നമ്മെ സൃഷ്ടിച്ചവര്, നമ്മെ ജീവിപ്പിച്ചവര് അള്ളാഹു അല്ലയോ? നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തന്ന ആ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് മാറുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നാം നമ്മുടെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നു, മക്കളെ ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, അവരോടുള്ള താല്പര്യവും ഇഷ്ടവുമാണല്ലോ പാതിരാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് കടകമ്പോളങ്ങളിലൂടെ പകലോന്റെ ചൂട് പോലും വകവയ്ക്കാതെ അധ്വാനിക്കാൻ, കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് എന്തിനു വേണ്ടിയാ? തന്റെ മക്കളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ആ മക്കളെ കുറിച്ചുള്ള ചിന്തയുണ്ട്, ഓർമ്മയുണ്ട്. പക്ഷേ ഖാലിഖായ ഉടമസ്ഥനായ അല്ലാഹുവിനെ കുറിച്ച് മറന്നുപോകുന്ന മനുഷ്യ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. മഞ്ചത്തടുക്കമിന്റെ ഈ ജുമാഅത്ത് മസ്ജിദിന്റെ പള്ളി മിനാരങ്ങൾ എന്ന് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹിന്റെ സുന്ദരമായ ബാങ്കിന്റെ അലയൊലികൾ കേൾക്കുമ്പോ അതെന്തുകൊണ്ടാണ് എന്റെ ചെറുപ്പക്കാരാ നിനക്ക് കേൾക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പടച്ചവന്റെ വിളിക്കുത്തരം നൽകാൻ നിനക്ക് കഴിയാത്തത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം.
നീ ഏറ്റവും ഉത്തമമാണെന്ന് കരുതുന്ന നിന്റെ കുടുംബമുണ്ടല്ലോ, നിന്റെ ഉറക്കമുണ്ടല്ലോ, നിന്റെ വിശ്രമമുണ്ടല്ലോ, ഇതിനേക്കാൾ എത്രയോ ഉത്തമമാണോ റബ്ബിന്റെ വിളിക്കുത്തരം നൽകുന്നത് എന്ന വാക്കിന് ഉത്തരം നൽകാൻ എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നില്ല? ഓ യൻസൗനൽ ഖാലിഖ, ഓ യൻസൗനൽ ഖാലിഖ, സൃഷ്ടാവിനെ മറന്നുപോകുന്നു. അല്ലാഹു എന്തിനു വേണ്ടിയാ നമസ്കരിക്കാൻ പറഞ്ഞത്? ഓരോ ഇബാദത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹു നമസ്കരിക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടി എന്നറിയുമോ? അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്റെ സ്മരണ നിലനിർത്താൻ, എന്നെ ഓർക്കാൻ, എന്റെ സ്മരണ നിന്റെ ജീവിതത്തിൽ നിലനിർത്താൻ നീ നമസ്കരിക്കണം. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യ, നീ എഴുന്നേൽക്ക്, അള്ളാഹുവിനെ ഓർക്ക്, നമസ്കരിക്ക് 2 റക്അത്ത്. നിന്റെ ഉപജീവനം തേടിപ്പോ, നിന്റെ തിരക്കുകൾക്കിടയിൽ നീ വീണ്ടും അള്ളാഹുവിനെ മറന്നുപോകും. അപ്പോഴും ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും അസറിന്റെ ബാങ്ക്, മഗ്രിബിന്റെ ബാങ്ക്, ഇശാഇന്റെ ബാങ്ക്, 5 നേരം ബാങ്ക് കൊടുക്കുന്നു. 24 മണിക്കൂർ സുഭിക്ഷമായിട്ട് റബ്ബിന്റെ വായു ശ്വസിക്കുന്ന, റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകൾക്കൊരു കുറവുമില്ലാതെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന, 24 മണിക്കൂർ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, നീ മാറ്റിവെക്കുമ്പോൾ അതിൽ വെറും 25 മിനിറ്റ് റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാഹു നമ്മെ പടച്ചതോ റബ്ബിന് വേണ്ടി, അവനെ ഓർക്കാൻ, അവനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലേ? അള്ളാഹുവിന് വേണ്ടിയാ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ ജീവിക്കുന്നതോ സൃഷ്ടികൾക്ക് വേണ്ടി മാത്രം, സൃഷ്ടികൾക്ക് വേണ്ടി മാത്രം. അള്ളാഹുവിനെ മറന്നുപോയാൽ സഹോദരങ്ങളെ, ഇഹവും പരവും നമുക്ക് നഷ്ടമാണ്. ദുനിയാവിൽ സൃഷ്ടികൾക്ക് വേണ്ടി, സൃഷ്ടികളെ ഓർത്ത് അവരുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി നാം ഓടിക്കൊണ്ടിരിക്കുന്നു. നാളെ പരലോകത്ത് പോകുമ്പോ അള്ളാഹു നമ്മെ പിടിച്ചു നിർത്തും. സഹോദരങ്ങളെ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. ഏത് ഇബാദത്തിനും ഇളവുണ്ട്. നോമ്പ് പിടിക്കാൻ നിനക്ക് കഴിയില്ലേ? ഗർഭിണിയാണോ, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുലയൂട്ടുന്ന സ്ത്രീയാണോ, വാർദ്ധക്യ സഹജമാകുന്ന രോഗിയാണോ, നിനക്ക് ഇളവുണ്ട്. പക്ഷേ നിന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് അംശം നിന്റെ ഓർമ്മയിൽ അവശേഷിക്കുന്നിടത്തോളം നമസ്കാരത്തെ തൊട്ട് മാറി നിൽക്കാൻ കഴിയില്ല. നമസ്കാരം ഒരു കാരണമില്ല, നിൽക്കാൻ കഴിയില്ല, നീ ഇരിക്കണം. ഇരുന്ന് നമസ്കരിക്കാൻ കഴിയില്ല, കിടന്ന് നമസ്കരിച്ചോ. കിടന്നുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല, നമസ്കാരത്തിന്റെ ആംഗ്യം കാണിച്ചോ നിന്റെ ഹൃദയത്തിലേക്ക്. അതിന്റെ ഫർളുകളും സുന്നത്തുകളും നീ ഹാജരാക്കിക്കോ. നീ നമസ്കരിക്കാതിരിക്കണമെങ്കിൽ നീ ഭ്രാന്തനായിരിക്കണം. ഭ്രാന്തുണ്ടോ? നീ നമസ്കരിക്കണ്ട. ഭ്രാന്തുണ്ടോ? നമസ്കരിക്കണ്ട. നിന്റെ ബുദ്ധിക്ക് സ്ഥിരതയുള്ളിടത്തോളം കാലം നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയുകയില്ല. ഇന്ന് നിസ്സാരമായ കാര്യം, ക്ഷീണമാണ്, തളർച്ചയാണ്. ഒരാള് ഹോസ്പിറ്റലിൽ പോയി നീണ്ട ക്യൂ നിൽക്കുകയാണ്. നീണ്ട ക്യൂ നിൽക്കുന്നു. ഉസ്താദിനെ കണ്ട് ഓടി വന്നു. ഇപ്പൊ പള്ളിയിലൊന്നും കാണില്ലല്ലോ, എന്ത് പറ്റി? ഉസ്താദെ, എനിക്ക് പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ, ഇങ്ങനെ സൂറത്തൊക്കെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തലച്ചുറ്റി വരും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല. എനിക്ക് അരമണിക്കൂർ ഹോസ്പിറ്റലിന്റെ ചീട്ടെടുക്കാനുള്ള ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യനാ പറയുന്നത്. 5 മിനിറ്റ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല, തലച്ചുറ്റി വരുമെന്ന്. എന്തെല്ലാം ന്യായങ്ങളാണ് നമുക്ക് പറയാനുള്ള. മുട്ട് വളയില്ല, ഡിസ്ക് വളയില്ല, അല്ലേ? നാളെ പരലോകത്ത് പോകുമ്പോ യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഊന ഇലസ്സുജൂദി ഫഹും ഫലാ യസ്തതീഊൻ خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. നാളെ പരലോകത്തേക്ക് പോകുമ്പോ അല്ലാഹു പറയും, വരിക വരിക വിശ്വാസികളെ, കടന്നു വരിക.
നിങ്ങൾ ദുനിയാവിൽ എത്രയോ നമസ്കരിച്ചവരാണ്, എത്രയോ സുജൂദ് ചെയ്തവരാണ്. ഈ പരലോകത്തിനിക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്യുമോ? എന്റെ മുമ്പിലേക്കൊന്ന് തലകുനിക്കുമോ? നിങ്ങളുടെ മുട്ട് വളയ്ക്കുമോ? നിങ്ങളുടെ നടുവളയ്ക്കുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫലാ യസ്തതിഊൻ, ഇല്ല ഇല്ല, സാധ്യമല്ലവർക്ക്, അവരുടെ മുട്ടുകൾ വളയുകയില്ല. കാരണം എന്താണെന്നറിയുമോ? വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദ്. ദുനിയാവിൽ എത്രയോ പ്രാവശ്യമാണ് പടച്ചവൻ വിളിച്ചത്, ദുനിയാവിൽ എത്ര പ്രാവശ്യമാണ് ഹയ്യ അലൽ സ്വലാഹ് കേട്ടത്, എത്ര പ്രാവശ്യമാണ് ഹയ്യ അലൽ ഫലാഹ് കേട്ടത്. ആ വിളിക്കുത്തരം നൽകാൻ നൂറുകണക്കിന് ന്യായങ്ങൾ പറഞ്ഞിട്ട് റോഡിലൂടെ തന്റെ ടൂ വീലറുകളിലൂടെ ചീറിപ്പായുമ്പോൾ പടച്ചവന്റെ പള്ളിയിലേക്ക് വന്നിട്ട് പടച്ചവന് നെറ്റിമുട്ടിച്ച് സുജൂദ് ചെയ്യാൻ മടി കാണിച്ചവന് വളയാത്ത മുട്ടുകാലുകളെ വളയ്ക്കാൻ പരിശ്രമിക്കും. പക്ഷേ ഫലാ യസ്തതിഊൻ, അവന് കഴിയുകയില്ല. ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവരും മുട്ടുകാലുകളെ നട്ടെല്ലുകളെ വളയ്ക്കാൻ പരിശ്രമിക്കോ. അല്ലാഹു പറയുന്നു, ഇല്ല ഇല്ല, ഫലാ യസ്തതിഊൻ, അവനെ കൊണ്ട് കഴിയുകയില്ല. കാരണം എന്താ? ദുനിയാവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എത്ര പ്രാവശ്യമാ പടച്ചവൻ വിളിച്ചത്? പടച്ചവന്റെ വിളിക്കുത്തരം നൽകാൻ മടി കാണിച്ചവര്, അള്ളാഹുവിനെ ഓർക്കാൻ മടി കാണിച്ചവര്, ഫലാ യസ്തതിഊൻ, അവന്റെ അവസ്ഥയാണ് പടച്ച തമ്പുരാൻ പറയുക, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, നിന്യനായി നിസാരനായിട്ട് പരലോകത്ത് തലകുമ്പിട്ട് നിന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഓമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, എന്നെ ഓർക്കാതെ എന്നെ മറന്നുകൊണ്ട് ജീവിച്ചവനാരോ അവന് ഏറ്റവും ഞെരുക്കമായ ജീവിതമാണ് ഞാൻ നൽകുക. എത്രയൊക്കെ ഉണ്ടെങ്കിലും പണമുണ്ടാകും, സ്വത്തുക്കൾ ഉണ്ടാകും, സമ്പാദ്യമുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ഫൈനലഹു മഈശതൻ ലങ്കാ, അവന്റെ ജീവിതം കുടുസാണ്, അവന്റെ ജീവിതം ഞെരുക്കത്തിലായിരിക്കും. മാത്രമല്ല നാളെ പരലോകത്തേക്ക് വരുമ്പോൾ, നാളെ പരലോകത്തേക്ക് അള്ളാഹുവിനെ ഓർക്കാൻ വിസമ്മതിച്ചവര്, അള്ളാഹുവിനെ മറന്നു ജീവിച്ചവരില്ലേ, പടച്ചവന്റെ വിധിവിലക്കുകളെ കേൾക്കാൻ ഉൾക്കൊള്ളാതെ ജീവിച്ചവരില്ലേ, അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോയ മനുഷ്യ, നാളെ പരലോകത്തേക്ക് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്തേക്ക് കണ്ണുപൊട്ടന്മാരായി അന്ധന്മാരായിട്ടായിരിക്കും പരലോകത്തേക്ക് പടച്ചവൻ കൊണ്ടുവരിക. കണ്ണിന് കാഴ്ചയില്ലാത്തവരായിട്ട് തപ്പിത്തടഞ്ഞുകൊണ്ട് മഹ്ശറിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരുമ്പോ അവർ അല്ലാഹുവിനോട് ചോദിക്കുന്നതായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, അല്ലാഹുവേ നീ എന്തിനാണ് ഞങ്ങളെ ഈ പരലോകത്തേക്ക് കണ്ണുപൊട്ടന്മാരായി കൊണ്ടുവന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്തവരായിട്ട് കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറാ, ദുനിയാവിൽ എത്ര സുന്ദരമായ കണ്ണുണ്ടായിരുന്നു അല്ലാഹ്, ദുനിയാവിന്റെ സൗന്ദര്യം കാണാ, മാതാപിതാക്കളെ കാണാൻ, പ്രപഞ്ചത്തിന്റെ പ്രകാശം കാണാൻ അല്ലാഹുവേ സുന്ദരമായ രണ്ട് കണ്ണുണ്ടായിരുന്നുവല്ലോ. ലിമ ഹശർതനി അഅമാ, എന്തിനാണ് റബ്ബേ ഈ പരലോകത്തന്തന്മാരായി കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ പരലോകത്ത് പടച്ച തമ്പുരാൻ നൽകുന്ന മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖാല കദാലിക്, നീ പറയുന്നത് ശരി തന്നെയാണ്. അതദ്ക ആയാതുനാ, എത്ര ദൃഷ്ടാന്തങ്ങളാണോ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ കടന്നുപോയേ, നിന്റെ കൺമുമ്പിലൂടെ കെട്ടുകെട്ടിയെടുത്ത എത്രയോ മയ്യത്ത് കട്ടിലുകൾ നീ കണ്ടുപോയേ, എത്ര ദൃഷ്ടാന്തങ്ങൾ നീ കണ്ടുപോയേ,
എത്രയോ ഉപദേശങ്ങൾ കേട്ടുപോയി, എത്രയോ ആയത്തുകൾ നീ പഠിച്ചുപോയി, എത്രയോ നസീഹത്തുകളും എത്ര വാളുകളോ നിന്റെ കർണപുടങ്ങളിലേക്ക് കേട്ടുപോയതോ. എന്റെ ആയത്തുകളെല്ലാം നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഫനസീതഹാ, അവകളെല്ലാം നീ മറന്നുപോയില്ലേ? എന്റെ ദൃഷ്ടാന്തത്തെ മറന്നുപോയില്ലേ? എന്റെ കൽപ്പനകളെ മറന്നുപോയില്ലേ? എന്റെ നിർദ്ദേശങ്ങളെ മറന്നുപോയില്ലേ? എന്റെ ദീനിന്റെ വിധിവിലക്കുകളെ നീ മറന്നുപോയില്ലേ? വകദാലികൽ യൗമ തുൻസാ, നീ എപ്രകാരമാണോ ദുനിയാവിൽ എന്റെ നിയമങ്ങളെ എന്നെ കുറിച്ച് നീ മറന്നുപോയതോ, അതുപോലെ നിന്നെ ആഖിറത്തിൽ ഞാനിതാ മറന്നിരിക്കുന്നുവെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പ മറന്നാലും പ്രശ്നമല്ല, നമ്മുടെ മക്കൾ നമ്മെ മറന്നുപോയാലും പരലോകത്ത് പ്രശ്നമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മെ മറന്നുപോയാ പ്രശ്നമല്ല, അല്ലാഹു നമ്മെ മറന്നുപോയാ പടച്ച തമ്പുരാൻ നമുക്ക് നേരെ കണ്ണടച്ച, അല്ലാഹു നമുക്ക് നേരെ അവഗണിച്ച എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകത്ത് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുഹിബ്ബൂനൽ ഖൽഖ, സൃഷ്ടികളെ സ്നേഹിക്കണ്ട എന്നല്ല, വേണം, പക്ഷേ സൃഷ്ടാവിനേക്കാൾ അപ്പുറത്തുള്ള ഒരു സ്നേഹമായി മാറരുത്, അല്ലേ? ഒന്നും മക്കൾക്ക് സുഖമില്ലെങ്കിൽ എത്ര രാത്രി ഉറക്കമൊഴിഞ്ഞും ഹോസ്പിറ്റലുകളിൽ നാം കയറിയിറങ്ങും, കാത്തിരിക്കും. പക്ഷേ സുബഹി നമസ്കാരത്തിന് വേണ്ടി തഹജ്ജുദ് ഉറക്കം ഒരൽപ്പം ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഉറക്കം തരുന്നവൻ അള്ളാഹ്, അല്ലേ? ഉറക്കം തരുന്നവൻ അള്ളാഹ്. ചെന്ന് വിരിപ്പിലേക്ക് കിടക്കുമ്പോൾ നമ്മളറിയാതെ ഉറക്കത്തിലേക്ക് സുന്ദരമായ നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. എത്ര വലിയ അനുഗ്രഹമാണ്! ഒന്ന് ഉറങ്ങിക്കിട്ടാൻ, അരമണിക്കൂർ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ ഹെവി ഡോസ് ഉറക്ക ഗുളികകൾ കഴിക്കുന്ന എത്രയോ പേര് നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു നമുക്ക് സുഭിക്ഷമായിട്ട് ഉറക്കം തരുമ്പോൾ ആ ഉറക്കത്തിനൊരു കേടുമില്ല. പക്ഷേ സുബഹിയും ദുഹറും അസറും മഗ്രിബും ഇശായും അടക്കമുള്ള 5 നേരത്തെ നമസ്കാരം കൃത്യതയോടെ, തോന്നുമ്പോഴല്ല, ഇഷ്ടമുള്ളപ്പോൾ നിസ്കരിക്കാനല്ല, കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമാണ്, കൃത്യമാണ്, കൃത്യമായിട്ട് നമസ്കരിക്കാം. അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ, അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ മറന്നുപോകാൻ പാടില്ലാത്ത യാഥാർത്ഥ്യം, മനുഷ്യൻ മറന്നുപോകാൻ പാടില്ലാത്ത സത്യം, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. യുഹിബ്ബൂനൽ മാല, മാല ഇഷ്ടപ്പെടുന്നല്ല. അമ്മമാര് വിചാരിക്കും ഉസ്താദ് പറഞ്ഞു കെട്ടുതാലി മാല ഇഷ്ടപ്പെടുന്ന, മാല ഇഷ്ടപ്പെടാൻ പാടില്ലെന്ന്. യുഹിബ്ബൂനൽ മാല, സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടും, അല്ലേ? സമ്പത്തിനെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടും, പക്ഷേ വയൻസൗനൽ ഹിസാബ്, വിചാരണയെ മനുഷ്യൻ മറന്നുപോകും. സമ്പത്ത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. മനുഷ്യൻ ജീവിക്കുന്നതേ പണത്തിന് വേണ്ടിയാണ്, അല്ലേ? മനുഷ്യന്റെ ഹൃദയം എവിടെയായിരിക്കുന്നത്? എവിടെയിരിക്കുന്നത് ഹൃദയം? ഇടതുഭാഗം, അല്ലേ? സാധാരണ മനുഷ്യന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്താണ് ഹൃദയം ഇരിക്കുന്നത്. നമ്മുടെ പോക്കറ്റുകളൊക്കെ പണിതിരിക്കുന്നത് എവിടെയാ? പോക്കറ്റ് എന്നല്ലേ പറയും, കീശ, അല്ലേ? എവിടെയാ? ഹൃദയത്തിന്റെ പുറത്ത്, അല്ലേ? തയ്യൽക്കാരൻ എന്തായിരുന്നാലും കൃത്യമായിട്ട് മനുഷ്യന്റെ ഹോബി മനസ്സിലാക്കി, അല്ലെങ്കിൽ പിന്നെന്താ വലതു ഭാഗത്ത് വയ്ക്കാത്ത? വലത്തതിനെ മുന്തിക്കണമെന്നല്ലേ? വലതു ഭാഗത്ത് എന്താ പോക്കറ്റ് വയ്ക്കാത്തത്? ഇടതു ഭാഗത്ത് ഹൃദയത്തിന്റെ മുകളിൽ ആ നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് ആ നോട്ടുകെട്ടുകൾ പതിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി, ഹൃദയത്തെ സ്വാധീനിച്ചു, ഹൃദയത്തെ കീഴ്പ്പെടുത്തി. ആ കീഴ്പ്പെടുത്തൽ ബന്ധങ്ങളെ മറന്നു, സൗഹൃദങ്ങളെ മറന്നു. കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ കൊത്തി നുറുക്കി 7 പീസാക്കി പോളിത്തീൻ കവറിലാക്കി 7 സ്ഥലങ്ങളിൽ കുഴിച്ചിടുന്നു സുഹൃത്ത്, അല്ലേ? സമ്പത്ത്. സ്ത്രീധനത്തിന്റെ പേരിൽ വിഷം കൊടുക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു, പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നു. പണം,
നടക്കാനിറങ്ങിയ മാതാവിൻ്റെ നടക്കാൻ പോയ പിതാവിന് കടാര കൊടുത്തിട്ട് കൊട്ടേഷൻ ടീമിന് കത്തി കൊടുത്തു വിട്ടു, പിതാവിന്റെ പണ്ടം കുത്തി പുറത്തിടാൻ, കൊന്നുകളയാണ്. എന്തിനെന്നറിയോ? ഈ പിതാവ് ജീവിച്ചിരുന്ന ആ സമ്പത്ത് എൻ്റെ കയ്യിലേക്ക് വരില്ല, പിതാവ് മരിച്ചാലേ ഉള്ളൂ സമ്പത്ത് കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള മക്കളുടെ കാലഘട്ടം. ബന്ധങ്ങളില്ല, സൗഹൃദങ്ങളില്ല, യാതൊരു വിധത്തിലുള്ള സ്നേഹബന്ധങ്ങളില്ല. പണത്തോട് മാത്രമായി മാറി നമ്മുടെ ഹുബ്ബ്. പണത്തിനോട് മാത്രം. ഇന്നലിൽ മാലി ലളറാവതൻ കലറാവത്തിൽ ഖംർ ഔ കമാ ഖാല ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. കള്ളിന്, മദ്യത്തിന് ഒരു ലഹരിയുള്ളതുപോലെ സമ്പത്തിനോടൊരു ലഹരിയുണ്ട്. ആ ലഹരി മസ്തങ്ങ് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് മക്കൾ, എന്ത് കുടുംബം, എന്ത് സുഹൃത്ത്, എന്ത് ഭാര്യ, എന്ത് ഒന്നുമില്ല. അതിനൊരു ലഹരിയുണ്ട് എന്ന് മാത്രമല്ല ഓരോ സമൂഹത്തിനും ഓരോ ഫിത്നയുണ്ട്, ദുരന്തങ്ങളുണ്ട്. എൻ്റെ ഉമ്മത്തിന്റെ ഫിത്നയാണ് സമ്പത്ത് എന്ന്. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. സമ്പത്താണ് എൻ്റെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സമ്പത്തിനോട് സ്നേഹമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കി. സമ്പത്തിനോട് സ്നേഹമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നിഷ്കളങ്കമായിട്ട് പറയും, എനിക്ക് പണത്തിനോട് വലിയ ഹുബ്ബൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഉണ്ട്. അതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാ ജീവിക്കുന്നത്, അല്ലേ? അതിനുവേണ്ടി എല്ലാം മറന്ന് ഓടി നടക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, എന്നാ وَتُحِبُّونَ الْمَالَ حُبًّا جَمًّا وَتُحِبُّونَ الْمَالَ حُبًّا جَمًّا. സമ്പത്തിനെ വല്ലാതെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു, വല്ലാത്ത ഇഷ്ടം. പക്ഷേ മനുഷ്യൻ ഹിസാബിനെ മറന്നു പോകുന്നു, വിചാരണയെ മറന്നു പോകുന്നു. ലാ തസാലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് ഒരു ചാൻ മുകളിലായിട്ട് കത്തിജ്വലിച്ചു നിൽക്കുന്ന പകലോനുണ്ടല്ലോ, സൂര്യനുണ്ടല്ലോ, ആ സൂര്യതാപമേറ്റിട്ട് ചെമ്പിന്റെ തറയിങ്ങനെ ചുട്ടുപൊള്ളി കിടക്കുമ്പോ നഗ്നപാതരായ ചെരുപ്പ് ധരിക്കാത്ത വിശ്വാസികളെ അതിലേക്ക് നിർത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, സൂര്യന്റെ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കവയ്യാതെ നമ്മുടെ മഞ്ചത്തെടുക്കം പള്ളിയിൽ പോലും AC ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലം. സഹോദരങ്ങളെ, ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ചെമ്പിന്റെ തറയിലേക്ക് നിൽക്കുമ്പോൾ ആ കാൽപാദമൊന്നും മാറ്റിച്ചു വിട്ടാൻ കഴിയില്ല. 5 ചോദ്യങ്ങൾ ജീവിതത്തിൽ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് ഭൗതിക ലോകത്ത് 40, 50, 60, 70, 80 വയസ്സ്, ഈ 80 വയസ്സിനിടയിൽ ജീവിച്ച ജീവിതമാകുന്ന കണക്ക് പുസ്തകത്തിൽ നിന്നും അള്ളാഹു ആറ്റിക്കുറുക്കിയെടുത്ത 5 ചോദ്യം. 5 ചോദ്യം. ജീവിച്ചത് എത്ര വർഷം? 35, 40, 50, 60 എത്രയാണോ അത്ര വർഷം. അതിൽ നിന്നും അള്ളാഹു ആറ്റിക്കുറുക്കിയെടുത്ത് ചോദിക്കുന്ന 5 ചോദ്യം. അതിൽ 2 ചോദ്യം സമ്പത്തിനെ കുറിച്ചാ. പിന്നെ ബാക്കി പറയണ്ടല്ലോ. 2 ചോദ്യം അത് സമ്പത്തിനെ കുറിച്ചാ. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ വന്നു, വഫീമ അൻഫഖ, അതെങ്ങനെ ചിലവഴിച്ചു. ഈ 2 ചോദ്യത്തിന് നാളിതുവരെ എൻ്റെ പ്രിയമുള്ള ഉപ്പമാരെ നിങ്ങൾ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇത്ര കോടി രൂപ സമ്പാദിച്ചു. ആരുടെയെങ്കിലും കയ്യിൽ കണക്കുണ്ടോ? ഉണ്ടോ? ഞാൻ ഇത്ര കോടി രൂപ ചിലവഴിച്ചു ഇന്നിന്ന മാർഗങ്ങളിൽ. ആരുടെയെങ്കിലും കയ്യിൽ കണക്കുണ്ടോ? ഇത് 2 റബ്ബിന്റെ മുമ്പിൽ കണക്കുണ്ടാകണം. ഇത് 2നും വ്യക്തമായ മറുപടി നൽകാതെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയുടെ മുമ്പിൽ നമ്മുടെ കാൽപാദങ്ങളൊന്നും മാറ്റിച്ചവിട്ടാൻ കഴിയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നു. സമ്പത്ത് തന്നാരാ?
അള്ളാഹു കൊണ്ടുവന്നതാണോ നമ്മള്? അല്ല. സമ്പത്ത് എന്നത് അള്ളാഹുവാ. സമ്പത്തിന്റെ ഉടമസ്ഥനും അള്ളാഹുവാ. സമ്പത്ത് അള്ളാഹു നമുക്ക് തന്നു. ആ ദുനിയാവിലേക്ക് കടന്നു വന്നത് എങ്ങനെയാ? ഒരു നൂല് ബന്ധം പോലും ഇല്ലാതെ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതെ ഈ ലോകത്തേക്ക് കടന്നു വന്നവരാണെന്നാ. തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാ. 3 കഫം പുടവ ആ തുണിയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നഗ്നനാണ് മനുഷ്യൻ. നഗ്നനാണ് മനുഷ്യൻ. ദുനിയാവിൽ കാറുണ്ട്, വീടുണ്ട്, കോടികളുണ്ട്, എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളൊക്കെ ഇതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം. എന്താണ്? ഇത് എന്റേതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മള്. ഈ പണം, ഈ സമ്പത്ത്, ഈ ഭൂസ്വത്ത്. വീട്ടിൽ പോയിട്ട് ആധാരം ഇല്ല. ആധാരം നമ്മൾ താമസിക്കുന്ന വീടിന്റെയും പറമ്പിന്റെയും ആധാരം എടുത്തിട്ടൊന്ന് നോക്കണം. അതിന്റെ മുന്നിലേക്കൊന്ന് മറിച്ചു നോക്കണം. മറിച്ചു നോക്കുമ്പോ ഒരുപാട് പേരുടെ പേരും അഡ്രസ്സും ഫോട്ടോയൊക്കെ ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ ഈ വീടും പറമ്പും അല്ലെങ്കിൽ ഈ പറമ്പ് ചൂണ്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇത് എന്റേതാണ് എന്ന്. ആ മനുഷ്യൻ പോയി. ശേഷം വന്നയാള് പറഞ്ഞു എന്റേതാണ് എന്ന്. അതിനുശേഷം വന്നയാളും പറഞ്ഞു എന്റേതാണ് എന്ന്. ഇപ്പൊ നമ്മൾ പറയുന്നു ഇതെന്റേതാണ് എന്ന്. നാളെ എന്റെ മക്കൾ പറയും ഇതെന്റേതാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരാൾ പറയും എന്റേതാണെന്ന്. ആർക്കെങ്കിലും ആയിട്ടുണ്ടോ അത്? നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടേതാണ് എന്ന്, ഇതൊക്കെ നമുക്കുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് യഖൂലു ഇബ്നു ആദമ മാലി മാലി. മനുഷ്യൻ പറയുകയാണ് എന്റെ പണമേ, എന്റെ പണമേ, എന്റെ സമ്പത്തേ, എന്റെ സമ്പത്തേ, എന്റെ പണമേ, എന്റെ പണമേ എന്ന് ആദം സന്തതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഇല്ലടാ, ലൈസ മിൻ മാലിക ഇല്ലാ മാ അകൽതാ ഫഅഫ്നൈതാ ഔ ലബിസ്താ ഫഅബ്ലൈതാ ഔ തസദ്ദഖ്താ ഫഅംലൈതാ. നിനക്കെന്ന് പറയാനും 3 സംഗതികൾ മാത്രമാണ്. നിനക്ക് നിന്റെതെന്ന് പറയാൻ 3 കാര്യങ്ങൾ മാത്രം. 3 കാര്യങ്ങൾ. ഇത് മാത്രമേ നിനക്ക് നിന്റത് എന്ന് പറയാനുള്ളൂ. ദുനിയാവിൽ പലതും നമ്മൾ വിചാരിക്കും നമ്മുടേത്. എന്റെ വീട്, എന്റെ കാറ്, എന്റെ മക്കള്, അല്ലേ? കല്യാണം കഴിക്കുന്നത് വരെ നമ്മൾ വിചാരിച്ചു എന്റെ മകളാണ് എന്ന്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഓൻ ഓൾക്കുള്ളതും ഓൾ ഓനുള്ളതുമായി മാറി. പിന്നെ വാപ്പയും ഉമ്മയൊക്കെ അധികപ്പറ്റായിട്ട് മാറി. അപ്പൊ തിരിച്ചറിയുന്നു എന്റേതാണെന്ന് കരുതി എന്റേതല്ലല്ലോ റബ്ബേ എന്നോ. എന്റെ കാറാണെന്ന് വിചാരിച്ചു, എന്റെ വീടാണെന്ന് വിചാരിച്ചു. വടക്കേ ഇന്ത്യകളിൽ എന്റെ വീടാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നവർ ഒന്ന് നേരം ഇരുട്ട് വെളുത്തപ്പോൾ ബുൾഡോസർ രാജികൾ കയറി ഇറങ്ങിയിട്ട് വീടുകൾ തരിപ്പണമാക്കിയപ്പോ റബ്ബേ ഈ മൺകൂനകൾ കണ്ടിട്ട് എന്റേതാണെന്ന് ഞാൻ വിചാരിച്ചതല്ലോ, ഇതെന്റേതല്ലല്ലോ. ഗാസയുടെ മണ്ണിൽ എന്റേതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞുകൂടിയ എത്ര കൊട്ടാരങ്ങളാണ്, കെട്ടിടങ്ങളാണ് വെറും മൺകൂനകളായിട്ട് മാറിയത്. അവരും പറഞ്ഞിരുന്നു ഇത് എന്റെ വീടാണ് എന്ന്, അല്ലേ? എന്റെ പണം, എന്റെ പറമ്പ്, എന്റെ കാറ് ഇന്ന് എന്റെ കയ്യിലിരിക്കും, നാളെ മറ്റൊരുത്തന്റെ കയ്യിൽ. ഇതൊന്നും എന്റേതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു നിനക്ക് നിന്റേത് എന്ന് പറയാൻ 3 കാര്യങ്ങൾ. എന്തൊക്കെയാ? ഇല്ലാമാ അക്കൽതാ ഫഅഫ്നൈത. നീ എത്രയാണോ കഴിച്ചത് അത് നിനക്കുള്ളതാ. നീ എത്ര ഭക്ഷണം കഴിച്ചോ അത് നിനക്കുള്ളതാ. അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കണം, അമിതമാകരുതെന്ന് മാത്രം. നല്ല ഭക്ഷണം കഴിക്കണം. എന്തിനാ ഭക്ഷണം കഴിക്കാതെ വയറിറക്കി കെട്ടിവെച്ച് മക്കൾക്ക് വേണ്ടി പണമുണ്ടാക്കി, സ്വത്തുണ്ടാക്കി, സമ്പത്തുണ്ടാക്കി, കുറെ ഭൂസ്വത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്ത് നേടാനാണ്? മരിച്ചാറടി മണ്ണിനകത്തളത്തിൽ കിടക്കുമ്പോൾ ഫാത്തിഹ ഓതാൻ പോലും, അല്ലെങ്കിൽ ഇതുപോലൊരു സംരംഭത്തിൽ 1000 രൂപ സ്വതക്ക കൊടുത്തിട്ട് എൻ്റെ ഉപ്പാക്ക് വേണ്ടി ആ ഖബറൊന്ന് വെളിച്ചമാക്കാൻ വേണ്ടി മക്കൾ ദുആ ചെയ്യുമെന്ന് എന്താ ഇത്ര ഉറപ്പുള്ളത്? അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കും, നല്ല ഭക്ഷണം കഴിക്കും. തിന്നു മരിച്ചു എന്നെങ്കിലും നമുക്ക് പറയാമല്ലോ, അല്ലേ? രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഔ ലബിസ്ത ഫഅബ്ലൈത. നീ എത്രയാണോ ധരിച്ചത് അത് നിനക്കുള്ളതാ. നീ ജീവിച്ചിരിക്കുമ്പോൾ എത്ര വസ്ത്രം ധരിച്ചു അത് നിന്റേതാണ്, അത് നിനക്കുള്ളതാണ്. നീ ധരിച്ച വസ്ത്രം, നീ കഴിച്ച ഭക്ഷണത്തിന് അനന്തരാവകാശികളില്ല, അതാരും മറ്റാരും തിരക്കി വരില്ല. നീ ധരിച്ച വസ്ത്രത്തിനും അനന്തരാവകാശികൾ ഉണ്ടാവൂല. നീ ധരിച്ച വസ്ത്രവും നിനക്കുള്ളതാണ്. അതുകൊണ്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കണം. നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഈ പണ്ടുള്ളവർ പറയില്ലേ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന് പറയുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല നിലയിൽ നടക്കണം.
മൂന്നാമത് പറഞ്ഞു ഔ തസദ്ദഖ്ത ഫഅംലൈത, നീ എത്രയാണോ സ്വതക്ക കൊടുത്തത് അത് നിനക്കുള്ളതാണ്. ദുനിയാവിൽ നിനക്കുള്ളത് എന്ന് പറയാൻ പരലോകത്തേക്ക് കരുതി വെക്കുന്നത് എന്താണോ, നീ സോളാറിന് കൊടുക്കുന്നതാണോ, പള്ളിയുടെ എസിക്ക് കൊടുക്കുന്നതാണോ, വിജ്ഞാനത്തിന്റെ മജ്ലിസിൽ കൊടുക്കുന്നതാണോ, ദീനിന്റെ സംരംഭത്തിൽ കൊടുക്കുന്നതാണോ, എന്തൊക്കെയുണ്ടോ അത് നിന്റേതാണ്, നിനക്കുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ നമുക്കുണ്ടാകണ്ടേ? ഈ ജീവിതകാലം മുഴുവനും കാട്ടറബികളുടെ വീട്ടുപണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കിയിട്ട് എനിക്കെന്ന് പറയാനൊന്നുണ്ടായില്ല എങ്കിൽ സഹോദരങ്ങളെ ഇത്ര വലിയ ഭാഗ്യം കെട്ടവരാരാ? അതുകൊണ്ടുണ്ടാകണം അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ? എന്താ പറഞ്ഞത്? 2 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞത് ഖുർആനിലൂടെ. സമ്പത്തിനെ കുറിച്ച് 2 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന്, المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. المال والبنون, സമ്പത്തും സന്താനങ്ങളും അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന സീനത്താണ്, അനുഗ്രഹമാണ്, അഴകാണ്. ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്ത്. ഇതേ സമ്പത്തിനെ കുറിച്ച് ഖുർആനിന്റെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും ഏറ്റവും വലിയ ദുരന്തമാണ്, ഫിത്നയാണ്, അപകടമാണ്. ഇത് രണ്ടും ഖുർആനാ പറഞ്ഞത്. ഇത് രണ്ടും ഖുർആനാ പറഞ്ഞത്. നിന്റെ സമ്പത്ത് നിഅമത്താണ്, ഫിത്നയാണ്. ഏതാകണമെന്ന് തീരുമാനിക്കേണ്ട നമ്മളാണ്. നമ്മുടെ സമ്പത്ത് നിഅമത്താകണമോ അനുഗ്രഹമാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മറന്നുപോകരുതേ, വിചാരണയെ മറന്നുപോകരുതേ. വമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നാളെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ പടച്ചതമ്പുരാന്റെ കോടതിയുടെ മുമ്പിലോ ഒരു മനുഷ്യന്റെ നന്മയുടെ കിതാബ് ഏതൊരു മനുഷ്യന്റെ വലത് കൈയിലേക്ക് നൽകപ്പെടുന്നുവോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവനെ ഹിസാബുൽ യസീർ നടത്തിയിട്ട് ചെറിയൊരു വിചാരണ നടത്തിയിട്ട് അവനെ കടത്തിവിടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വമൽ ഹിസാബുൽ യസീർ, എന്താണ് നബിയേ ഹിസാബുൽ യസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ദാലികൽ അർളു, ദാലികൽ അർളു, ഇങ്ങനെ കാണിച്ചു കൊടുക്കലാണ്. ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകളെ ആ തിന്മകളെയും ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും, വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കും. ചോദ്യമില്ല, അതിനെക്കുറിച്ചുള്ള വിചാരണയില്ല, ചോദ്യം ചെയ്യലില്ല, കണക്ക് ചോദിക്കലില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വിടുന്നതാണ്, കടന്നുപോയിക്കോ, കടന്നുപോയിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വമൻ നൂഖിശൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ഏതൊരുവനെ പിടിച്ചു നിർത്തിയാൽ ഹലക, അവന്റെ കാര്യം തീർന്നത് തന്നെ. വിചാരണ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ കാര്യം തീരുമാനമായത് തന്നെ. സഹോദരങ്ങളെ, എത്രമാത്രം അനുഗ്രഹങ്ങളാ റബ്ബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ പടച്ചവന്റെ പടപ്പുകളിൽ ഏറ്റവും കൂടുതൽ നിഅമത്തുകൾ കൈനീട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്, മനുഷ്യരാണ്. ഏറ്റവും കൂടുതൽ പതിനൊന്ന് മണിയൊക്കെ ആ സമയം അല്ലേ? നമുക്ക് ചുരുക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം 2 വാദൊക്കെ നടക്കുമ്പോഴേ സദസ്സിൽ പറയുന്നവരെ നോക്കിയാൽ പോലെ കേൾക്കുന്നവരെയും കൂടെ പരിഗണിക്കണം അല്ലേ? ഒരു ദിവസം ഒരു സ്റ്റേജിൽ ഒരു വാദ് അല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പോ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തിയാൽ അവന്റെ കാര്യം നാശത്തിൽ തന്നെ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത്. യുഹിബ്ബൂനൽ ഹയാത, ജീവിക്കാൻ മനുഷ്യൻ വല്ലാതെ ഇഷ്ടപ്പെടും. വയൻസൗനൽ മമാത്, മരണത്തെ മനുഷ്യനെ മറന്നുപോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യ എത്ര ജീവിച്ചാലും അവന് മതി വരുന്നില്ല. എത്ര ജീവിച്ചാലും ഇനിയും ജീവിക്കണമെന്നുള്ള കൊതിയോടെ ആർത്തിയോടെ കടന്നു പോകുന്നവർ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മരിക്കാൻ മറന്നു പോകുന്നവനെ, ഇദാ അസ്ബഹത ഫലാ തന്തളിരി സബാ വഇദാ അംസൈത ഫലാ തന്തളിരിൽ മസാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണോ, ഇദാ അസ്ബഹതടോ മനുഷ്യ, നീ പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉണരാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ഫലോ തന്തളിരിൽ മസാ, നീ വൈകുന്നേരം ജീവിക്കുമെന്നോ, വൈകുന്നേരത്തിന്റെ സൂര്യാസ്തമയം കാണാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കല്ലേ. വൈദാ അംസൈത ഫലാ തന്തളിരി സബാ, വൈകുന്നേരത്തെ സൂര്യാസ്തമയം കണ്ടിട്ട് ഉറക്കത്തിന്റെ ശയ്യയിലേക്ക് മെല്ലെ മെല്ലെ നിന്റെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് വഴുതി വീണോ, പ്രഭാതത്തിൽ നീ ഉണരുമെന്നോ, പ്രഭാതത്തിൽ ഉണരുമെന്നോ നീ പ്രതീക്ഷിക്കല്ലേ. കഴിഞ്ഞ വിശുദ്ധമായ റമദാൻ മാസത്തില് തൊട്ടടുത്ത് കിടന്ന ഭർത്താവിന് വേണ്ടി അത്താഴത്തിന് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ട് തന്റെ ഭർത്താവിനെ വിളിച്ചു നോക്കുമ്പോ മരിച്ചു കിടക്കുകയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവളോട് പോലും ഒന്ന് യാത്ര പറയാൻ പോലും നിൽക്കാതെ കടന്നു പോകുന്ന മനുഷ്യന്, ആ മരണത്തെ മനുഷ്യന് മറന്നുപോവുകയാണ്. സകല രസങ്ങളെയോ സകല സുഖങ്ങളെയും സകല ആഡംബരങ്ങളെയും മുറിച്ചു കളയുന്ന മരണമുണ്ടല്ലോ, ഛേദിച്ചു കളയുന്ന മരണമുണ്ടല്ലോ, ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ അകറ്റിക്കൊണ്ടുപോകുന്ന മരണമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്ന് സുഹൃത്തിനെ അകറ്റിക്കൊണ്ടുപോകുന്ന മരണമുണ്ടല്ലോ, തന്റെ സ്നേഹിതനിൽ നിന്ന് സ്നേഹിതനെ പിടിച്ചു പറിക്കുന്ന മരണമുണ്ടല്ലോ. ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണമെന്ന് ആദരവായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം മറന്നു പോകാൻ പാടില്ല, ഇല്ലേ? നമുക്കിന്നെന്താ, നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നൊരു രോഗമുണ്ട്. എന്താ രോഗം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ത്യദിനത്തോടടുക്കുമ്പോൾ എന്റെ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ഒരു രോഗം പിടിപെടും, ഹൃദ്രോഗം. എന്താണത്? ഹാർട്ട് അറ്റാക്ക്, അല്ലേ? ആണോ? അതാണ് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹൻ എന്ന് പറയപ്പെടുന്ന ഒരു രോഗം. എന്താണ് വഹൻ എന്നറിയുമോ? എന്താണ് വഹൻ? വമൽ വഹ്നു യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ, എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഭൗതിക ലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ദുനിയാവിൽ ജീവിക്കാൻ. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്. മരിക്കാൻ മനുഷ്യന് മടിയാ. മരിക്കാൻ, മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം മനുഷ്യർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയുടെ മണ്ണിൽ, അല്ലേ? മരണത്തെ എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കട്ടെ, 2.5 മാസമായി പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയുടെ ഭൂമിയിൽ. പൊരിഞ്ഞ പോരാട്ടം. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? 7 ദിവസം നീണ്ടുനിന്ന ജൂതന്മാരുടെ ആഘോഷം കഴിഞ്ഞ് 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസമാണ് ആക്രമണം അഴിച്ചുവിട്ടത്. 7 ദിവസത്തിന്റെ ആഘോഷത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലും ഒന്നും കാണാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എന്താണ്? ബൈത്തുൽ മുഖദ്ദസ് വിശ്വാസികളുടെ ആദ്യത്തെ ഖിബില. ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയപ്പെടുന്ന പുണ്യമായ ഭൂമിയിലേക്ക്
ആ പുണ്യഭൂമിയിലേക്ക് ചെന്നെത്തിപ്പെടാത്ത പ്രവാചകന്മാര് ചുരുക്കമാണ്. പവിത്രമായ മണ്ണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു കാലഘട്ടത്തിന്റെ കേന്ദ്രം, ആസ്ഥാനം ഗാസയുടെ മണ്ണ്. സഹോദരങ്ങളെ, വളരെ തുച്ഛമായ 7 or 8 നബിമാര് മാത്രമാണ് ആ ഫലസ്തീനിന്റെ മണ്ണുമായിട്ട് ബന്ധമില്ലാത്തവർ. 10-ൽ താഴെ വരുന്ന പ്രവാചകന്മാർ. ബാക്കി മുഴുവൻ പ്രവാചകന്മാരെയും ഇസ്രാ മിഅ്റാജ് എന്ന പ്രവാചകന്റെ നിർണായകമായ യാത്ര, ആ പരിശുദ്ധമായ യാത്രയിൽ നേരെ മുകളിൽ സിദ്റത്തുൽ മുൻതഹയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകേണ്ടതിന് പകരം നേരെ കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അഖ്സയിൽ അവിടെ കൊണ്ടുപോയി പ്രവാചകന്മാരെ മുഴുവനും ഹാജരാക്കി. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്നോ മദീനയിൽ നിന്നല്ല അല്ലാഹുവിന്റെ റസൂലിനെ ആകാശത്തേക്ക് എത്തിച്ചത്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും. ചരിത്രപ്രധാനമായ പുണ്യമാർന്ന സാലിസു ഹറം, 3ാമത്തെ ഹറമാകുന്ന പവിത്രമായ മണ്ണ്, ആ പരിശുദ്ധമായ ഖുദ്സിന്റെ ഭൂമിയിൽ ആ മസ്ജിദുൽ അഖ്സയുടെ ചാരത്തൊരു അവകാശവാദവുമായിട്ട്, ഒരു ടെമ്പിൾ പണിയാനുള്ള തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജൂതർ കടന്നുകയറ്റം നടത്തുകയും നാളിതുവരെ ഇല്ലാത്ത ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. ഇനിയും മൗനം വീക്ഷിച്ചാൽ അപകടം എന്ന് തിരിച്ചറിഞ്ഞ് പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പിറന്ന മണ്ണിന്റെ പോരാട്ടത്തിന് വേണ്ടി ആ ഭൂമികയിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീരശുഹദാക്കളെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന തീവ്രവാദികളാണോ ഭീകരവാദികളാണോ അല്ലയോ എന്നോ? അവർ ഭീകരവാദികളാണോ, ഷിയാക്കളാണോ, സുന്നികളാണോ, അല്ലാത്തവരാണോ? നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാ. തൊട്ടപ്പുറത്ത് കിരാതമായിട്ട് പിഞ്ചോമനകളുടെ പോലും, പിഞ്ചോമന പൈതലികളെ പോലും, ചോരയുടെ ഗന്ധം മാറാത്ത കുഞ്ഞുങ്ങളെ പോലും കത്തിച്ച് കരിക്കട്ടയാക്കിക്കൊണ്ടിരിക്കുന്ന ജൂത ഭീകര സയനിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല പണ്ഡിതന്മാർക്ക്. ചില നേതാക്കൾക്ക് ചർച്ചയില്ല. അവര് ഭീകരവാദികളാണോ, അവര് തീവ്രവാദികളാണോ, അതൊന്നും ചർച്ചയില്ല. ഹമാസ് തീവ്രവാദിയാണോ ഭീകരവാദിയുടെ, ഇതൊക്കെയാ ചർച്ച അല്ലേ? പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ വഹനില്ല. നമ്മുടെ ഹൃദയത്തിൽ വഹനുണ്ട് അല്ലേ? ഉണ്ടോ? മരിക്കാൻ പേടിയുണ്ടോ? ദുനിയാവിനോടുള്ള സ്നേഹം, മരണത്തോടുള്ള ഭയം, വഹൻ, ഇത് രണ്ടും ആ വിഭാഗത്തിനില്ല. പടച്ചവന്റെ പള്ളിയുടെ പ്രശ്നം വന്നു. ബാബരി മസ്ജിദ് 4.5 നൂറ്റാണ്ട് കാലം പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്ത പള്ളിയുടെ വിഷയത്തിൽ ആ ഒരു പള്ളിയുടെ പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാവരും സെറ്റിൽമെന്റ് ചെയ്ത്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കിട്ടിയതുമായിട്ട് എല്ലാവർക്കും തൃപ്തിയായി, സന്തോഷമായി. കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി. അതേ സമയത്ത് അടിയാധാരം ചോദിച്ചപ്പോ ആസനത്തിൽ തീ പിടിക്കാൻ തുടങ്ങി അല്ലേ? NRC വന്നപ്പോ കൂടും കുടുക്കയും കുലുക്കി ഇറങ്ങി രംഗത്ത്. NRC പറ്റില്ല, സമരമായി, പ്രശ്നമായി. കാരണം എന്തേ? നമ്മുടെ അടിയാധാരം, നിലനിൽപ്പ്, സമ്പത്ത്, എന്റെ വീട് കൊണ്ടുപോകും, കാറ് കൊണ്ടുപോകും, ഞാൻ ഒന്നുമല്ലാതെയാകും, ജയിലിൽ പോകും. സ്വന്തം ജീവന്റെ, ജീവിതത്തിന്റെ, ദുനിയാവിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്തപ്പോ നമുക്ക് ജീവൻ ഉണ്ടായിരുന്നു. പടച്ചവന്റെ പള്ളിയല്ലേ? അബാബീൽ പക്ഷികളെ കൊണ്ട് പടച്ചവൻ നോക്കിക്കോളും. ഏത് അബാബീലിനെ ഇനി നാം കാത്തിരിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോ അവനവന്റെ പള്ളികളെ അവനവൻ സംരക്ഷിക്കണം. ഇനി ഒരു അബാബീൽ പക്ഷി ഉണ്ടാവൂല. ആ തിരിച്ചറിവ് ഹമാസിനുണ്ടായി. ഒരു പള്ളിയാണെന്ന് പറഞ്ഞ് കണ്ണടച്ചപ്പോ വീണ്ടും ഓരോരോ പള്ളികളെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു നാനാഭാഗത്ത്. ഓരോരോ പള്ളികളിലേക്കും അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. അവനവന്റെ പള്ളികളെ സംരക്ഷിക്കേണ്ടത് നാം ജീവിച്ചിരിക്കുമ്പോ പടച്ചവന്റെ വഖഫിന്റെ ഭൂമികളെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഇനി ഏത് അബാബീൽ പക്ഷികളെയാ ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത് സഹോദരങ്ങളെ? നമ്മുടെ ഹൃദയത്തിലുള്ള വഹൻ, ഹബ്ബു ദുനിയ, ദുനിയാവ് ചോദ്യം ചെയ്തപ്പോ അടിയാധാരം തപ്പിപ്പിടിച്ചിറങ്ങി അല്ലേ സമരത്തിന്. പടച്ചവന്റെ പള്ളി, സെറ്റിൽമെന്റ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കുക. യുഹിബ്ബൂന ദുനിയ വയുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത. മരിക്കാൻ മറന്നുപോകുന്ന മനുഷ്യൻ, മരിക്കാൻ മറന്നുപോകുന്ന മനുഷ്യൻ. ഓരോ മനുഷ്യനും നിർബന്ധമായ ഒരു യാത്രയാണ് പരലോകത്തേക്കുള്ള യാത്ര അല്ലേ? ഒരു വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ, ഒരു കല്യാണം നടന്ന 2 മാസത്തിന് മുമ്പ് അതിനു വേണ്ടി തയ്യാറാക്കും. ഒരു ഉംറയ്ക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, എത്ര ദിവസങ്ങളുടെ ഒരുക്കമാണ്, തയ്യാറെടുപ്പാണ്. യാത്ര പറയുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നല്ല കാര്യങ്ങളാണ്. കടമിടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ക്ലിയർ ആക്കുന്നു. അതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ഒക്ടോബർ 1-ാം തീയതി പോകുന്നു ഉംറയ്ക്ക്.
അല്ലെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി പോകുന്ന ഒരു കാലാവധി നിശ്ചയിച്ച ആ കാലാവധിക്ക് മുമ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എപ്പോഴാണ് പോകേണ്ടതെന്ന് പോലും ഉറപ്പില്ലാത്ത, എപ്പോഴാണ് പോകേണ്ടതെന്ന് പോലും അറിയാത്ത ഉറപ്പുള്ള മരണം, ആ മരണത്തിന് വേണ്ടി തയ്യാറായവർ എത്ര പേരുണ്ട്? യഥാർത്ഥത്തിൽ മരണത്തിന് വേണ്ടിയല്ലേ നമ്മൾ തയ്യാറാകേണ്ടത്? ഞാൻ മരിക്കാൻ തയ്യാറാണ്, എനിക്ക് കടമില്ല, ബാധ്യതയില്ല, എനിക്ക് പിണക്കമില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല, എനിക്കൊരു പ്രശ്നവുമില്ല, എന്റെ ഇബാദത്തുകൾ ഞാൻ ചെയ്തു, സ്വീകരിക്കേണ്ടതല്ല. അങ്ങനെ തൃപ്തിയടഞ്ഞ മനസ്സുമായിട്ട് മരണത്തിന് വേണ്ടി തയ്യാറായവർ എത്ര പേരുണ്ട്? എത്ര പേര് തയ്യാറായിട്ടുണ്ട്? മരണത്തെ മറന്നു പോകുന്ന മനുഷ്യൻ, മരണത്തെ മറന്നു പോകുന്ന മനുഷ്യൻ മരിക്കാൻ വേണ്ടി തയ്യാറാകണം സഹോദരങ്ങളെ, മരിക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ തയ്യാറായി മരിച്ചെങ്കിൽ മാത്രമേ, തീർച്ചയായിട്ടും തയ്യാറായി മരണത്തിന് മുന്നൊരുക്കം നടത്തി മരിക്കാൻ വേണ്ടി തയ്യാറായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ് യഥാർത്ഥ ജീവിതമാവുകയുള്ളൂ. അവന് ഹറാമിലേക്ക് പോകാൻ കഴിയില്ല, അവന് ഹറാമിലേക്ക് പോകാൻ കഴിയില്ല, പടച്ചവനെ മതിമറന്ന് ജീവിക്കാനും കഴിയുകയില്ല. മരിക്കണ സമയത്ത് സുന്ദരമായി സന്തോഷത്തോടുകൂടി ലോകത്തുനിന്ന് ഇവിടെ പറയണം. 10 പേര് പറയണം നല്ലവനായിരുന്നു എന്ന്, അല്ലേ? പറയണം, പറയാൻ വേണ്ടി ജീവിക്കണം, അല്ലേ? 60 വർഷം വരെ ദുനിയാവിൽ മനുഷ്യർക്കിടയിൽ ജീവിച്ചിട്ട് ഒരു 10 പേരെങ്കിലും ഇവൻ നല്ലവനായിരുന്നു റബ്ബേ എന്ന് പറയാനില്ലെങ്കിൽ പിന്നെ ഈ 60 വർഷം ജീവിച്ച ജീവിതത്തിന് എന്തർത്ഥം? അന്നാസു ശുഹദാഉല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലെ അള്ളാഹുവിന്റെ സാക്ഷികളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അവരുടെ സാക്ഷിത്വം അള്ളാഹു സ്വീകരിക്കും. 10 പേര് പറഞ്ഞു നല്ലവനെന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു 10 പേരെങ്കിലും നമുക്ക് പറയാനുണ്ടാകണ്ടേ? വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. ഏ മനുഷ്യ, ദുനിയാവിലേക്ക് നീ പിറന്നു വീഴുമ്പോൾ നീ പൊട്ടിക്കരഞ്ഞ് വാവിട്ട് നിലവിളിച്ചവനായിട്ട് ദുനിയാവിലേക്ക് കടന്നു വന്നോ? പൊട്ടിക്കരഞ്ഞവനായിട്ട് കടന്നു വന്ന മനുഷ്യ, നിന്റെ കരച്ചിൽ കണ്ടിട്ട് നിന്റെ ചുറ്റും കൂടി നിന്നവരെല്ലാം ചിരിക്കുകയായിരുന്നു. നീ കരയുമ്പോ, നീ നിലവിളിക്കുമ്പോ നിന്റെ ഉമ്മയും നിന്റെ ബന്ധുക്കളും നിന്റെ ഉപ്പയോ നിന്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് നിന്റെ ജനനത്തിന്റെ പേരിൽ ചിരിക്കുകയായിരുന്നു. ഇനി ഇതാ ഒരു ദിവസം വരികയാണ്, നീ ലോകത്ത് നിന്ന് വിട പറയുമ്പോ, സക്രാത്തിന്റെ സായാഹ്ന വേളയിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോ നിന്റെ ചുറ്റും കൂടി നിന്നവർ, നിന്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം ഈറനണിഞ്ഞ കണ്ണുകളോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, കണ്ണുനീര് പൊഴിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ ലോകത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഫീ യൗമി മൗതിക ലാഹികം മസ്റൂറാ. അവരെല്ലാം കരയുമ്പോ ഈ ലോകത്ത് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് ഓർക്കുക, മരണത്തിന് വേണ്ടി തയ്യാറാവുക, മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കാൻ അല്ലാഹുവേ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ദുആ ചെയ്ത് അവസാനിപ്പിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അഞ്ചാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുഹിബ്ബൂനൽ ഖുസൂറാ വയൻസൗനൽ ഖുബൂർ. കൊട്ടാരങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെടും, മണിമേടകളെ അമ്പരച്ചുംബികളാകുന്ന മണിസൗധങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെടും. വയൻസൗനൽ ഖുബൂർ, ശാശ്വതമാകുന്ന ഭവനമാകുന്ന 6 അടി മണ്ണിനെ മനുഷ്യൻ മറന്നുപോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? കൊട്ടാരങ്ങൾ, മണിമേടകളെ, മാർബിൾ സൗധങ്ങളെ മനുഷ്യൻ വല്ലാതെ മോഹിക്കും, ഇഷ്ടപ്പെടും, താല്പര്യപ്പെടും. അല്ലേ? എത്ര മോഡലുകളാ! ഒരു വീട് വെക്കണമെന്ന് പറയുമ്പോൾ 1000 വീട് സെർച്ച് ചെയ്യും, യൂട്യൂബിലും അല്ലാതെയും 1000കണക്കിന് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കും. എത്ര അധ്വാനമാണ്, എത്ര കഷ്ടപ്പാടാണ്! ആരും വെച്ചിട്ടില്ലാത്ത നല്ല വെറൈറ്റി മോഡലുകൾ സെലക്ട് ചെയ്യും കൊട്ടാര സമാനമായ വീടുകൾ വെക്കാൻ. പണ്ട് ഒരു റൂമിൽ 10 പേര് താമസിച്ചിരുന്ന 10 പേർക്ക് 10 റൂമാണ്.
ആ ഒരവസ്ഥയിൽ വിശാലമായ കൊട്ടാരങ്ങൾ പണിതിടുന്നു. പക്ഷേ വയൻസൗനൽ ഖുബൂറ, മനുഷ്യൻ ഖബറിനെ മറന്നു പോകുന്നു. മനുഷ്യൻ ഖബറിനെ മറന്നു പോകുന്നു. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട 4ാമത്തെ ലോകമാണ് ഖബർ എന്നുള്ളത്. ആ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബർ ആദ്യത്തെ പരലോകത്തിന്റെ ഭവനങ്ങളിൽ ആദ്യത്തെ വീടാണ്. അല്ലേ? ഖബർ വീട് എന്നാ പറഞ്ഞത്. ഇല്ലേ? നമ്മുടെ പള്ളിപ്പറമ്പുകളൊക്കെ ഇവിടെ ഖബർസ്ഥാൻ ഉണ്ട്? ഇല്ല. ഖബർസ്ഥാനിലേക്ക് കടക്കുമ്പോൾ ഒരു ദുആ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നാ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. അല്ലേ? യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ ഭവനത്തിൽ കഴിയുന്നവരെ നിങ്ങൾക്ക് സലാം. അങ്ങനെ പറയാനാ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മുടെ പല ഖബർസ്ഥാനുകളിലേക്കും കടക്കുമ്പോൾ നമ്മൾ ഇന്നെന്താ പറയേണ്ടത്? വിശ്വാസികളുടെ വീട്ടിൽ കഴിയുന്നവരെ എന്നല്ല, വിശ്വാസികളുടെ കാട്ടിൽ കഴിയുന്നവരെ എന്ന് പറയണം. അല്ലേ? ആ അവസ്ഥയാ. പള്ളിപ്പറമ്പുകൾ ഏതാണ്, കാട് ഏതാണ്, വനമേതാണെന്ന് വീട് എന്നാ പരിചയപ്പെടുത്തിയത്. നല്ല ചെടികളും മനോഹരമായ ഒരാൾക്ക് ആ ഖബർസ്ഥാനിലൂടെ കടന്നു പോകുമ്പോൾ കയറി ഒന്ന് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യാൻ തോന്നണം. അല്ലേ? ഇന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിന്റെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ. ചില പള്ളിപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് എവിടെയെങ്കിലും നിന്നിട്ട് സലാം പറയാനോ, അല്ലെങ്കിൽ അറിയില്ല ഖബർ എവിടെയാണ് ഉള്ളത് എന്ന് പോലും. ഖബർസ്ഥാനിലൊക്കെ ഒരു ഗാർഡൻ പോലെയാക്കണം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ. നല്ല മനോഹരമായ ചെടികളൊക്കെ വെച്ച്, കാടുകളൊക്കെ വെട്ടിത്തെളിച്ച്, സിയാറത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി മക്കളെ അതിന് പ്രേരിപ്പിക്കണം, തലമുറകളെ പ്രേരിപ്പിക്കണം. ദുനിയാവിൽ മരണത്തോടടുത്ത വേദന സഹിച്ച് കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് ജീവിത ചോര നീരാക്കി അധ്വാനിച്ച് മക്കളെ സമ്പന്നരാക്കി നല്ലവരാക്കി ദുനിയാവിൽ വിട്ടിട്ട് പോയിട്ട് 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, എന്തായിരിക്കും നമ്മുടെയൊക്കെ ആ ഭാഗ്യം കെട്ട ജീവിതത്തിന്റെ അവസ്ഥ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആദ്യത്തെ വീടാണ് ഖബർ, പരലോകത്തിലേക്കുള്ള ആദ്യത്തെ വീട്. അവിടെ രക്ഷപ്പെട്ടോ ഫമാ ബഅദഹു, അതിനുശേഷമുള്ളതെല്ലാം എളുപ്പമാണ്, ലളിതമാണ്, സരളമാണ്. ഖബറിൽ പരാജയപ്പെട്ടോ തീർച്ചയായും പരാജയം തന്നെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിന്റെ വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമ്മൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നുകിൽ ഖബർ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാണ്, പൂന്തോപ്പാട്, ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ, അല്ലെങ്കിൽ നരകത്തിന്റെ ഏറ്റവും വലിയ കുണ്ടാണ് എന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഖബർ സ്വർഗ്ഗത്തിന്റെ ആരാമമാക്കണ്ടേ? ആ ഖബർ നമുക്ക് സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണ്ടേ? ആ ഖബറിനെ കാണുമ്പോ ഖബറിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? സഹോദരങ്ങളെ, ഖബറിന് വേണ്ടി സമ്പാദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ ഖബറിന്റെ ജീവിതം ധന്യമാക്കാൻ, ആ ഖബറിലേക്ക് വേണ്ടി അമലുകൾ സ്വരുക്കുകൂട്ടി വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പള്ളിയുടെ പറമ്പിന്റെ പരിസരത്തൂടെ, ഖബർസ്ഥാനിന്റെ പരിസരത്തൂടെ കടന്നു പോകുമ്പോഴും ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, നമ്മെ കാത്തുകിടക്കുന്ന 6 അടി മണ്ണ് ഏതോ പരിസരത്ത് കിടന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ഇന്നലിൽ ഖബറിൽ ലിസാനൻ യന്തിഖു, തീർച്ചയായിട്ടും ഖബറിനെ സംസാരിക്കാൻ ശേഷിയുള്ള നാവുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ഖബർ ഓരോ ദിവസവും ഓരോ മനുഷ്യനോടും വിളിച്ചു പറയുന്നുണ്ട്. ആ ഖബറിന്റെ വർത്തമാനം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മയ്യത്ത് ആദ്യമായിട്ട് കേൾക്കുന്ന വചനം, ഒരു മരിച്ചതിന് ശേഷം മയ്യത്ത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഖബറിന്റെ സംഭാഷണമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഖബർ ഓരോ ദിവസവും ഓരോ മനുഷ്യനോട് വിളിച്ചു പറയുന്നുവെത്രേ, ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുന്നുവെത്രേ, ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുന്നുവെത്രേ, അന ബൈത്തുൽ ഉർബാ,
അപരിചിതത്വത്തിന്റെ ഭവനമാണ്. എന്റെ വീട്ടിലേക്ക് നീ ഏകാന്തനാണ്, ഒറ്റയ്ക്കാണ്, പരിചയമുള്ളവരില്ല. ഇന്നലെ വരെ നിന്റെ കൂട്ടത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, എന്റെ അടുക്കലേക്ക് വന്നോ നിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല. നിന്റെ മക്കളുണ്ടായിരുന്നു നിന്റെ ജീവിതത്തിൽ, എന്റെ അടുക്കലേക്ക് വന്നാ നിന്റെ മക്കളില്ല. നിന്റെ കൂട്ടുകാരൻ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് നിന്റെ കൂട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എത്ര എത്ര പരിചയക്കാരാ, എത്ര പരിചയക്കാരാണ്. അവരെല്ലാവരും വന്ന് 3 പിടി മണ്ണ് നിന്റെ ഖബറിലേക്ക് ഇട്ട് നിനക്ക് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. നിന്നോട് ഖബർ വിളിച്ച് പറയുകയാണ്, അപരിചിതത്വത്തിന്റെ ഭവനമാണ്, പരിചയക്കാരില്ല, ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, ആരാര് സൗഹൃദങ്ങളില്ല, പരിചയങ്ങളില്ല. ആ ഖബർ വിളിച്ചു പറയുമത്രേ, അന ബൈത്തുൽ വഹ്ദാ, അന ബൈത്തുൽ വഹ്ദാ, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാതെ കരയുമായിരുന്നു. സഹാബത്ത് ചോദിക്കുമായിരുന്നു, എത്രയോ അല്ലയോ ഉസ്മാൻ, കത്തിക്കാളുന്ന നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിന്റെ തീവ്രതയെ കുറിച്ച് കേൾക്കുമ്പോ നീ ഇത്രത്തോളം പൊട്ടിക്കരയാറില്ലല്ലോ ഉസ്മാൻ. പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോ, വിചാരണയെ കുറിച്ച് കേൾക്കുമ്പോ, ഹിസാബിനെ കുറിച്ച് കേൾക്കുമ്പോ ഇത്രത്തോളം പൊട്ടിക്കരയാറില്ലല്ലോ ഉസ്മാൻ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ ഈറനഞ്ഞ കല്ലുകളോട് കവിൾത്തടങ്ങളിലൂടെ തടം തല്ലി ആർത്തൊഴുകിക്കൊണ്ട് കണ്ണുനീർത്തുള്ളികൾ പൊഴിപ്പിച്ചുകൊണ്ട് കരയുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ കുടുംബം, എൻ്റെ സഹാബാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഞാൻ മരിച്ച് പരലോകത്തെത്തിയാൽ അവിടെയും ആളുണ്ട്, സ്വർഗത്തിലായാൽ അവിടെയും ആളുണ്ട്, നരകത്തിലായാൽ അല്ലാഹു കാക്കട്ടെ അവിടെയും ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന ഖബറിലേക്ക് വെച്ചിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോയാൽ ഈ ഉസ്മാനങ്കാര ആ ഖബറിടത്തിൽ കിടന്നിട്ടൊന്ന് പൊട്ടി വിളിച്ചാൽ, പൊട്ടിക്കരഞ്ഞാൽ, ആർത്ത് വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കാൻ എൻ്റെ സുഹൃത്തുക്കളില്ല, എൻ്റെ ഭാര്യയില്ല, എൻ്റെ മക്കളില്ല, എൻ്റെ സഹോദരങ്ങളില്ല, ആരാരുമില്ലാത്ത ഭവനമാണ് ബൈത്തുൽ വഹ്ദാ, അന ബൈത്തുൽ വഹ്ദാ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, എൻ്റെ പ്രിയമുള്ള ഉപ്പമാരെ, ഈ ദുനിയാവിൽ എത്ര സ്നേഹിച്ചതാണ് നമ്മുടെ മക്കളെ, എത്ര സ്നേഹിച്ചതാണ് നിന്റെ ഭാര്യയെ, എത്ര സ്നേഹിച്ചതാണ് നിന്റെ ഭർത്താവിനെ, എത്ര സ്നേഹിച്ചതാണ് നിന്റെ മാതാപിതാക്കളെ. നിന്നെ കൊണ്ടുവന്ന് 3 കെട്ടുകെട്ടി 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് വെച്ചിട്ടോ, ഏതെങ്കിലും പിതാവിനെ കൊണ്ടുവന്ന് പള്ളിക്കാട്ടിലേക്ക് വെച്ചിട്ടോ, ഓ പിതാവിന്റെ മകനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, എടാ പൊന്നുമോനെ, നിന്നെ എത്ര സ്നേഹിച്ചയാളാ, നിന്നെ എത്രത്തോളം സമ്പാദിച്ചു തന്നയാളാ, നിനക്ക് എത്രത്തോളം വിദ്യാഭ്യാസം തന്നയാളാ, നിന്നെ എത്രത്തോളം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നയാളാ. ഒരു 10 മിനിറ്റ് നിന്റെ ഉപ്പയോടൊപ്പം നിനക്കൊന്ന് ഖബറിൽ കിടക്കാമോ എന്ന് ചോദിച്ചാ ഏതെങ്കിലും മക്കളുണ്ടോ തയ്യാറാവുക? എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും തയ്യാറാകുമോ? എത്ര വാത്സല്യമുള്ള മക്കളാണെങ്കിലും തയ്യാറാകുമോ? എത്ര സ്നേഹമുള്ള സുഹൃത്തുക്കളാണെങ്കിലും തയ്യാറാകുമോ? ഇല്ല ഇല്ല. അന ബൈത്തുൽ വഹ്ദാ, അന ബൈത്തുൽ വഹ്ദാ. അവിടെ നിനക്ക് സുഹൃത്തായിട്ടെത്തുന്നത് നിന്റെ ഖുർആനാണ്, അവിടെ നിനക്ക് സുഹൃത്തായിട്ടെത്തുന്നത് നിന്റെ സ്വതക്കയാണ്, അവിടെ നിനക്ക് സുഹൃത്തായിട്ടെത്തുന്നത് നിന്റെ അമാലുകളാണെന്ന് മുത്തുനബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറിലേക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കി, ഖബറിലേക്കുള്ള സുഹൃത്തുക്കളെ തയ്യാറാക്കി, സ്വതക്ക കൊടുക്കിൻ. ഒരു മനുഷ്യൻ നാളെ ഖബറിടത്തിൽ അവന്റെ സ്വതക്കയുടെ തണലിലായിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഖബറിടത്തിൽ നമുക്ക് നേരം പോക്കാക്കി സുഹൃത്തുക്കളെ ഉണ്ടാക്കി അല്ലാഹു തൗഫീഖ് തരട്ടെ. വീണ്ടും ഖബർ പറയുകയാണ്, അന ബൈത്തു തുറാബ്,
ഇന്നലെ വരെ മാർദ്ദവമുള്ള വിരിപ്പിൽ ഉറങ്ങിയ മനുഷ്യ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു വെച്ചാ പച്ചമണ്ണിന്റെ ഭവനമാണ്, പച്ചമണ്ണിന്റെ ഭവനമാണ്. മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്. ഞെരുക്കത്തിനാലിരോ ഭിത്തിയാണതിലുള്ളത്. എത്രയുണ്ടാക്കിയാൽ എത്ര കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു പള്ളിക്കാട്ടിലും ആരുടെയും കബറിടത്തിന് വീതി കൂട്ടിയിട്ടില്ല. ഒരു പ്രമാണിയുടെ കബറിടത്തിൽ മാർദ്ദവമുള്ള വിരിപ്പ് വിരിച്ചു കൊടുത്തിട്ടില്ല. ഒരു പണക്കാരന്റെ കബറൽപ്പം വീതിക്ക് കുഴിച്ചിട്ടില്ല. ഒരു പണക്കാരന്റെ, ഒരു സമ്പന്നന്റെയോ ഒരു നേതാവിന്റെ കബറിടത്തിൽ ആരും വെളിച്ചമിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ അന്ധകാര നിബിഡമായ ഇരുൾമുറ്റിയ വീടാണ്, ഇരുട്ടിന്റെ വീടാണ്. ഒരു വീട് വെക്കുമ്പോൾ കത്തിക്കളിക്കുന്ന എത്ര കളർ ബൾബുകളാ നാം സെറ്റ് ചെയ്യുക. ആ ഖബറിടത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മിന്നാമിനിങ്ങന്റെ പ്രകാശം പോലുമില്ല. ഖുർആനാണടാ നിന്റെ കബറിടത്തിന്റെ പ്രകാശം. നീ ഓതുന്ന ഖുർആനാണ് നിന്റെ കബറിടത്തിന്റെ പ്രകാശം. നീ ചൊല്ലുന്ന അദ്കാറുകളാണ് നിന്റെ കബറിടത്തിന്റെ പ്രകാശമെന്നോ മുത്തുനബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്, പുഴുക്കളുടെ വീടാണ്, പുഴുക്കളുടെ വീടാ. നമ്മുടെ ചേതനയറ്റ ശരീരത്തെ കൊണ്ടുവന്ന് വെക്കുന്നത് കാത്തു കിടക്കുകയാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാടോ പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ടേ, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ടേ. ഒരു ഉറുമ്പ് കടിച്ചാ സഹിക്കാത്ത നമ്മുടെ മേലെ, ഒരു കൊതുക് കടിച്ചാ സഹിക്കാത്ത നമ്മുടെ ശരീരം, ഒന്ന് അഴുക്ക് പുരണ്ടാ സഹിക്കാത്ത നമ്മുടെ ശരീരം, ഒന്ന് നജസ് പുരണ്ടാലുടനെ വൃത്തിയാക്കുന്ന നമ്മുടെ ശരീരം, അത് കൊത്തിപ്പറുക്കിയെടുക്കാൻ ചിതലും പുഴുക്കളും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓ ഖബറിടത്തിന് നിനക്ക് സുഭിക്ഷമാക്കണ്ടേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മുൽക്കോതുമോ, സൂറത്തുൽ മുൽക്കോതുമോ, എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് പതിവാക്കുമോ? നിന്റെ ഖബറിലെ രക്ഷയാണ് നിനക്ക്, നിന്റെ ഖബറിടത്തിൽ നിനക്ക് തണലാണ് എന്ന ആദരവായ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിനെ മറന്നിട്ടുണ്ടോ ഒരു ജീവിതം? ആ ഖബറിനെ, ആ മണ്ണറയല്ലേ പ്രിയമുള്ളവരെ മണിയറയാക്കി മാറ്റേണ്ടത്. ആ മണ്ണറയല്ലേ മണിയറയാക്കി മാറ്റേണ്ടത്. ആ മണ്ണറയല്ലേ മണിയറയാക്കി മാറ്റേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ജീവിതത്തിന്റെ ആഡംബരങ്ങളിലൂടെ, ആർഭാടങ്ങളിലൂടെ, സൗകര്യങ്ങളിലൂടെ, സൗന്ദര്യങ്ങളിലൂടെ, ഒരുപാട് സമ്പന്നതകളിലൂടെ, സുഭിക്ഷതകളിലൂടെ ജീവിച്ചിട്ട് ആ ഖബറിടത്തെ നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി മാറ്റാൻ കഴിയുക? ഖബറിന് വേണ്ടി ജീവിക്കണം, പരലോകത്തിന് വേണ്ടി ജീവിക്കണം. പടച്ചവൻ പറഞ്ഞ സത്യങ്ങളെ മറന്നുപോകല്ലേ. മണ്ണറ മണിയറ പോലെ മാറ്റാൻ പരിശ്രമിച്ച മണിയറയുടെ നാരിയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. സ്വർഗീയ നാരിമാരുടെ നേതാവ് സയ്യിദത്തു നിസാഇ ഫാത്തിമത്തു സഹ്റാ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗത്തിന്റെ നാരിമാരുടെ നേതാവാണ് ഫാത്തിമ ബീബി എന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള ഉമ്മ, ആ ഫാത്തിമ ബീവി പോകുന്ന സ്വർഗത്തിലാണോ ഞാനും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുക? എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, ആ ഫാത്തിമാന്റെ സ്വർഗത്തിലാണോ പോകാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? ആദ്യ രാത്രിയുടെ മണിയറ പോലും മണ്ണറയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു പോയ ആ ഫാത്തിമാന്റെ സ്വർഗമാണോ പ്രിയമുള്ളവരെ നാം സ്വപ്നം കാണുക? അലിയാർ തങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹുവിനെ ആദ്യ രാത്രിയുടെ മണിയറയിലേക്ക് ഒരു മനുഷ്യന്റെ വൈകാരിക ചിന്തകളോ ദുരയും പതയുമായി വൈകാരിക മനോഭാവത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലേക്ക് വരുന്ന ആ മണിയറയുടെ ആദ്യ രാത്രിയിലേക്ക് കരുകരുത്ത ചെറുപ്പക്കാരുടെ ഒരു ചെറുപ്പക്കാരിയും കടന്നു വരുമ്പോ ആ ചെറുപ്പക്കാരിയുടെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആവശ്യം എന്താണ്? അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, ഇന്നിതാ അള്ളാന്റെ റസൂലിന്റെ ആശീർവാദത്തോടുകൂടി ഒരു കുടുംബ ജീവിതം നയിക്കാൻ പോകുന്നു. എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് ആവശ്യപ്പെടാൻ ഒരു ആഗ്രഹമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമല്ലേ ബീവി ഫാത്തിമ? ചോദിക്കൂ ഫാത്തിമ, നിന്റെ ആവശ്യം എന്താണ്? നിറവേറ്റിത്തരാൻ ഞാൻ ബാധ്യസ്ഥരാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയേ, ഇത്ര നാള് ഞാൻ എൻ്റെ ഉപ്പാന്റെ തണലിലായിരുന്നു അലിയേ. ഇന്ന് മുതൽക്ക് താങ്കളുടെ തണലായിട്ട് മരണം വരെ എൻ്റെ ഉപ്പ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഉപ്പ കൈപിടിച്ച് ഏൽപ്പിച്ചവളാണല്ലോ. പക്ഷേ ഞാനെങ്ങാനും മരണപ്പെട്ട് 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് പോയാ, ആ ഖബറിടത്തിലേക്ക് പോയാൽ ഈ ഫാത്തിമാന്റെ വിളി കേൾക്കാൻ എൻ്റെ ഭർത്താവില്ല, എൻ്റെ ഉപ്പയില്ല, എൻ്റെ സുഹൃത്തുക്കളാരുമില്ല. ഫാത്തിമാന്റെ വിളി കേൾക്കാൻ ആ ഖബറിടത്തിൽ കിടന്ന് വിളിച്ചോ, ആരാണ് എൻ്റെ വിളി കേൾക്കാറെന്ന് ചോദിച്ചുകൊണ്ട്, അതുകൊണ്ടല്ലേ ഇന്നത്തെ ഒരു രാത്രി ആ ഖബറിന്റെ ആദ്യ രാത്രിക്ക് വേണ്ടി മാറ്റിവെക്കോ എനിക്ക് അനുമതി തരുമോ അലിയേ? അതിനെന്താ ഫാത്തിമ പൂർണ്ണ മനസ്സോടുകൂടി തറക ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദദാനി ബിതാഅത്തിർ റഹ്മാനി. രണ്ടുപേരും അവരുടെ കിടക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഉടമസ്ഥരായ റബ്ബിന്റെ മുമ്പിലേക്ക് നേരം വെളുക്കുന്ന സമയം വരെ, സൂര്യോദയം വരെ, ഉന്മപ്രഭാതം വരെ രണ്ടുപേരും സുജൂദിലായി റുകൂഇലായി മണ്ണറയുടെ ആദ്യ രാത്രിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞു പോയെങ്കിലോ ആ ഖബറിന് വേണ്ടി ജീവിക്കണേ പെങ്ങളെ. ആ ഖബറിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നടത്തല്ലേ മുസ്ലിമേ. ആ ഖബറിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കല്ലേ പ്രിയമുള്ളവര്. ഏത് കൊട്ടാരത്തിൽ കിടന്നാൽ, ഏത് മണിമേടയിൽ കിടന്നാൽ, ഏത് മണിമാടകളിൽ കിടന്നാൽ 6 അടി മണ്ണിനെ മറന്നു പോകല്ലേ. വയൻസൗനൽ ഖുബൂറാ വയൻസൗനൽ ഖുബൂറാ. ഖബറിനെ മറന്നുകൊണ്ടുള്ള ജീവിതം വേണ്ട. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഫലിയദ്ഹഖൂ ഖലീലാ വലിയബ്കൂ കസീറാ. നിങ്ങൾ ജീവിതത്തിൽ വളരെ കുറച്ചു മാത്രം ചിരിക്കണേ, വല്ലാതെ കരയണേ. ഖബറിനെ കുറിച്ച്, മരണത്തെ കുറിച്ച് ഓർത്ത്, പരലോകത്തെ കുറിച്ച് ഓർത്ത്, വിചാരണയെ കുറിച്ച് ഓർത്തുകൊണ്ട് വല്ലാതെ കരയണേ. നാളെ പരലോകത്തൊരു പക്ഷേ നിങ്ങളെ രക്ഷപ്പെടുത്താ നിങ്ങളുടെ കവിൾത്തടങ്ങളിലൂടെ പൊഴിക്കുന്ന കണ്ണുനീർ തുള്ളികൾക്ക് കഴിയുമെന്ന് മുത്തുനബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ മറന്ന സത്യങ്ങൾ എന്ന വിഷയം വളരെ വിശാലമായി ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം ഭാഗികമായിട്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം ഏകദേശം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും
അവസാന നാളിൽ എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ടവർ മറന്നുപോകാൻ സാധ്യതയുള്ള മറന്നുപോകുന്ന അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന ഈ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞ യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ, ദുനിയാവിനോടുള്ള ഇഷ്ടം ആഖിറത്തിനെ മറക്കുന്ന തരത്തിലാകാൻ പാടില്ല. വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ, സൃഷ്ടികളോടുള്ള ഇഷ്ടം സൃഷ്ടാവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാകാൻ പാടില്ല. വയുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത, ദുനിയാവിനോടുള്ള ജീവിതം മരണത്തോടുള്ള വെറുപ്പുണ്ടാക്കുന്നതാകാൻ പാടില്ല, മരണത്തെ മറന്നുപോകുന്നതാകാൻ പാടില്ല. വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ, സമ്പത്തിനോടുള്ള പ്രേമം വിചാരണയെ തൊട്ട് മറന്നുപോകല്ലേ, വിചാരണ മറന്നുകൊണ്ടുള്ള ഒരു സമ്പത്തിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തല്ലേ. ഒടുവിൽ വയുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെട്ട് ഏത് മണിമന്ദിരങ്ങളിൽ താമസിച്ചാലും ഖബറിന്റെ ജീവിതത്തിനെ മറന്നുപോകുന്നവരാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ, മഹത്തുക്കളുടെ മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിലുപരി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.